ഹലോ 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 ആ സാറല്ലേ? ആരാ വിളിക്കുന്നത്? എന്റെ പേര് ജുനൈദ്. അതിൽ വേറെ ആരും കൂടി ഉണ്ടല്ലോ കോളില്. ഞാൻ എന്റെ ഫ്രണ്ടിനെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ആഷിർ എന്നാണ്. എങ്ങനെ? ആഷിർ. ആഷിറോ? ക്ലിയർ ആയില്ല. ജുനൈദ് നമ്മളെന്നോട് കൂടി നിങ്ങളെ കോൺഫറൻസിൽ ഇട്ടതാണ് നിങ്ങളായിട്ട് സംസാരിക്കാനേ. ഓ, വളരെ സന്തോഷം. പറയൂ. നമ്മളിങ്ങനെ നിങ്ങളെ വീഡിയോസ് കാണുമ്പോ നിങ്ങളോട് ഡൗട്ട് ചോദിക്കാൻ നമ്മളൊക്കെ ഇപ്പൊ എന്തിനെ കുറിച്ചുള്ള ഡൗട്ടാ? ഇസ്ലാമിനെ കുറിച്ച് ഡൗട്ട് ചോദിക്കാൻ ഉസ്താദ്മാരല്ലേ വിളിക്കുക, അങ്ങനെയല്ലേ പറഞ്ഞുതരാ? അല്ല, നിങ്ങൾ എന്തുകൊണ്ടാണ് എതിർക്കണമെന്ന് പറഞ്ഞാൽ നമ്മക്കും ഗുണമുള്ളത്. നമ്മക്കും ഇങ്ങനെ ചേട്ടങ്ങനെ ഡൗട്ടുകൾ വരുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് എതിർത്ത് കണ്ടിട്ടുണ്ടോ? വീഡിയോസ് കുറച്ചൊക്കെ കണ്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ എന്തുകൊണ്ടാ എതിർക്കുന്നെന്ന്? മനസ്സിലായില്ല? അത് കുറച്ചൊക്കെ വീഡിയോസ് കണ്ടു. പിന്നെ മെയിനായിട്ട് ആരിഫ് ഹുസൈന്റെ ഓരോ വീഡിയോസ് കണ്ടാണ്. പക്ഷെ ആരിഫ് ഹുസൈന്റെ ഇതിലാണ് ചിലത് പ്രശ്നമാണെന്ന് പറഞ്ഞാല് അല്ല, നിങ്ങൾ എന്റെ വീഡിയോസ് കണ്ടതില് നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഞാൻ വിട്ടതെന്ന് മനസ്സിലായോന്ന് ചോദിക്കാം. അത് നമ്മൾ കുറച്ച് വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് മുതൽ പിന്നെ ഫുള്ള് കാണാനുള്ള രീതിയിൽ അങ്ങനെ. അല്ല, ഫസ്റ്റത്തെ ഒരു വീഡിയോ ഉണ്ട്, അത് കണ്ടാൽ മതിയായിരുന്നു. അങ്ങനെ കുഴപ്പമില്ല, നിങ്ങൾ പറയും. അപ്പൊ ഇതില് ഒരു ഡൗട്ട്, ഇതിന് എന്താണ് ഒന്ന് സമ്മറാക്കി പറഞ്ഞാൽ ഭയങ്കര സുഖം. പിന്നെ നമുക്കും ഓരോ സമ്മറി എന്താണ്? സമ്മറി ഇത് പിന്നെ എന്താ പറയാ, എന്താ നിങ്ങൾ ചോദിക്കുക, അതപ്പോ നല്ലത്. ഓപ്പോസ് ചെയ്യാനുള്ള കാരണങ്ങളും പിന്നെ അതിന് കൃത്യമായിട്ട് ഇത് ഇൻഹ്യൂമൻ ആയിട്ടുള്ള ഒരു ഗോത്രകാല നിയമമാണെന്ന് മനസ്സിലായതുകൊണ്ടും ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യന് മുന്നോട്ട് പോകാൻ ആവശ്യമില്ലാത്തൊരു സംഭവമാണെന്ന് മനസ്സിലായതുകൊണ്ട് ഒഴിവാക്കി. അങ്ങനെ നമുക്ക് ഒറ്റ വാക്കി പറയാം. പിന്നെ അതിനുള്ള കാരണങ്ങളാണ് ചോദിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മള് ആ ഒരു സംഗതി കൊണ്ടാണ് എല്ലാരും എതിർക്കുക. അതെ, മതത്തിനെ എതിർക്കുന്നവരൊക്കെ പറയാ അത് പഴയ കാലത്ത് ഉണ്ടായിരുന്ന സംഭവമാണ്. മനുഷ്യൻ അന്ന് പല ആവശ്യങ്ങൾക്കും കൃത്രിമ ആവശ്യങ്ങൾക്ക് സാമ്പത്തിക ലാഭങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് പലരും ക്രിയേറ്റ് ചെയ്തതാണെന്ന് പറയാം. അപ്പൊ അതിന് അതിനകത്ത് എത്തുന്ന കാരണങ്ങളോ അല്ലെങ്കിൽ അതിന്റെ എന്തുകൊണ്ടാണ് നമ്മൾ കോറായിട്ട് ഇതിനെ എതിർക്കുന്നതെന്നോ എന്തെങ്കിലും? എന്റെ വിഷയത്തിൽ ഞാൻ പറയാറുണ്ട്, ഇത് ഇൻഹ്യൂമൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാമത്തെ ഒരു സംഭവം ഇസ്ലാമിലെ സ്ലേവറിനെ കുറിച്ചുള്ള നിലപാടാണ്. അടിമത്തം. അതിമ തന്നെ തുടങ്ങാം. ഞാൻ ഇതിനെ എന്താ പറയാ, ഒരു ക്രിട്ടിക്കലായിട്ട് വായിക്കാൻ തുടങ്ങിയത് അവിടെ നിന്നാണ്. അതിങ്ങനെ ഇസ്ലാമിൽ ഇത് അനുവദനീയമാണെന്ന് മനസ്സിലാക്കിയത് മുതൽ. കാരണം ഞാൻ മനുഷ്യരെ കുറിച്ച് ചിന്തിക്കുന്ന ആളാണ്, സാമൂഹ്യ ജീവിയാണ്. എനിക്ക് മാനവികമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ എന്റെ ഒരു ഏരിയ. അതുകൊണ്ട് മനുഷ്യരെ ഇങ്ങനെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അടിമയാക്കി വെക്കുന്ന ഒരു വ്യവസ്ഥിതി, അതും കറമല്ലാഹു ബനി ആദം എന്ന് പഠിപ്പിച്ച അതേ ഗ്രന്ഥത്തിൽ അടിമകളെ നിലനിർത്തുക എന്ന് പറയുന്ന വ്യവസ്ഥിതി, ഇത് രണ്ടും കൂടി പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളിടത്തുനിന്നാണ് എന്റെ സംശയങ്ങൾ തുടങ്ങുന്നത്. സാർ, അപ്പൊ ഒരു ഡൗട്ട്. അപ്പൊ ഈ അടിമകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ യുദ്ധത്തിൽ പിടിച്ച ആൾക്കാരോ? അല്ല, അങ്ങനെ യുദ്ധത്തടവുകാർ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞ അടിമകൾ എന്നുള്ള വാക്കാണ്. അല്ല, അല്ലെങ്കിൽ ഇപ്പൊ അടിമകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ യുദ്ധത്തിൽ വേറെ ആരെങ്കിലും? ഞാൻ അതിനെ കുറിച്ചൊന്ന് എങ്ങനെ അടിമകൾ എവിടുന്ന് വരുന്നു, പാലക്കാട് നിന്നാണോ കോഴിക്കോട് നിന്നാണോ എന്നുള്ളതല്ല. അടിമത്തം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ടല്ലോ. അതായത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ കീഴിൽ ക്രയവിക്രയാധികാരങ്ങളോടുകൂടി ആ മനുഷ്യന്റെ അവകാശങ്ങളും അധികാരങ്ങളും സ്വാതന്ത്ര്യമൊക്കെ ഇല്ലാതെ ചെയ്ത് ഒരു മറ്റൊരു മനുഷ്യന്റെ ഒരു വസ്തുവിനെ പോലെ ഒരു ചരക്കായിട്ട് പരിഗണിക്കുന്ന ഒരവസ്ഥ. അല്ല, പക്ഷെ അത് വെറുതെ ആവുന്നതല്ലല്ലോ. ഇപ്പൊ നമ്മളിപ്പോ പാകിസ്ഥാനും ഇന്ത്യയായിട്ട് യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പൊ സുഹൃത്തെ, എന്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ. എങ്ങനെയാണ് അടിമകൾ ഉണ്ടായി വരുന്നത് എന്നതിനെ കുറിച്ചല്ല എന്റെ ചോദ്യം. ആ ഒരു വ്യവസ്ഥിതി, അതായത് ആ ഒരു സിസ്റ്റം ഒരു നല്ല സിസ്റ്റമാണോ മോശം സിസ്റ്റമാണോ, അത് ഇൻഹ്യൂമൻ ആണോ, അതാണ് എന്റെ ചോദ്യം. അത് പറഞ്ഞൊരു പോയിന്റാണ്. പിന്നെ വേറൊരു യുദ്ധത്തടവുകാരുടെ വേറെ വിഷയമാണ്. യുദ്ധത്തടവുകാർ എന്ന് പറയുന്നത് വേറെ തന്നെ സംഭവമാണ്. ഇസ്ലാമിലെ അടിമത്തത്തെ യുദ്ധത്തടവുകാരെ കൊണ്ട് തടയാൻ കഴിയില്ല. ഓക്കെ,
അത് ഞാൻ 25-ാം തീയതി ജാനുവരി 5-ന് കോഴിക്കോട് ഞാനൊരു പബ്ലിക് പ്രോഗ്രാം തന്നെ വെക്കുന്നുണ്ട്. അടിമത്ത വിഷയത്തിൽ ഇസ്ലാമിക ന്യായവാദങ്ങളുടെ തെരുവ് വിചാരണ ഉണ്ട്. എവിടെ വെച്ചിട്ടാണ്? കോഴിക്കോട്. കോഴിക്കോട് വെന്യൂ തീരുമാനിച്ചിട്ടില്ല. വെന്യൂ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ഓ അങ്ങനെ. പിന്നെ ഇതില് ഇതേ ഈ അടിമത്തം പറഞ്ഞത് മീൻസ് ഖുർആനും ഹദീസും രണ്ടാണെന്ന് അങ്ങനെ അല്ല തോന്നുന്നത്? അങ്ങനെയാണ്. മനസ്സിലായില്ല. ഇപ്പൊ ഖുർആനിലെ മീൻസ് അടിമത്തം പാടില്ലാന്ന്, മറ്റേ ഹദീസുകളുടെ അടിമത്തം ചെയ്തിരുന്നു. ഖുർആനിൽ തന്നെ ഉണ്ട് അടിമത്തം അനുവദിക്കുന്ന രംഗം. എന്തിനാ ഹദീസ് പോണ്? അങ്ങനെ. പിന്നെ എന്തോ അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്നു മനുഷ്യനെ എന്നല്ലേ ശരിക്കും നമ്മുടെ വാദം? അള്ളാഹു ബഹുമാനിച്ച ഒരു സൃഷ്ടിയെ മറ്റൊരു മനുഷ്യന്റെ എന്താ പറയാ ഒരു ക്രയവിക്രയാധികാര ഒരു ചരക്കിന്റെ കൂടെ എണ്ണുന്നത് നിങ്ങൾക്ക് അതിൽ പ്രശ്നം തോന്നില്ല? അല്ല, ഖുർആനില് സാർ അത് എവിടെയാണ് കണ്ടത്? ഖുർആനിലുണ്ട്. ഖുർആനിൽ അടിമത്തമുണ്ട്. നിങ്ങളോടൊരു ഒറ്റ പോയിന്റ് ചോദിക്കട്ടെ. ഈ അടിമത്തം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതി ഒരു ദുഷിച്ച വ്യവസ്ഥിതിയാണ്, അതൊരു ഇൻഹ്യൂമൻ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ് എന്ന് നിങ്ങൾക്ക് നിലപാടുണ്ടോ? അതുണ്ട്. മറ്റേ ആൾക്കോ? അതുണ്ട്. നിങ്ങൾ അതെങ്കിലും പറഞ്ഞല്ലോ. പക്ഷെ അത് സിറ്റുവേഷനും കൂടി നമ്മൾ നോക്കണം. ഇപ്പൊ ഞാനിപ്പോ യുദ്ധ തടവുകാരൊക്കെ ആണെങ്കിൽ ഇപ്പൊ നമുക്ക് ആ സമയത്ത് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അതിനെ കുറിച്ച് യുദ്ധ തടവുകാരെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ സ്ലേവറി എന്ന് പറയുന്ന സിസ്റ്റത്തെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഈ ഒരു അടിമത്തത്തെ ലെജിറ്റിമൈസ് ചെയ്യപ്പെട്ട ഒരു വ്യവസ്ഥിതി എങ്ങനെയാണ് ലോകാവസാനം വരെയുള്ള സകല മനുഷ്യർക്കും ഉത്തമമായ ജീവിത പദ്ധതിയും ധാർമ്മിക മൂല്യങ്ങളുടെ സമാഹാരം ആവുക എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നെ സംബന്ധിച്ച് എല്ലാ മനുഷ്യരും പ്രധാനമാണെന്നും എല്ലാ മനുഷ്യരും തുല്യ അന്തസ്സും അവകാശമുള്ളവരാണ് എന്നും വിചാരിക്കുന്ന ആളാണ്. പല മനുഷ്യരും അടിമത്തത്തിൽ വരുന്നത് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ യുദ്ധ തടവുകാരായിട്ടൊന്നുമല്ല. ഒരടിമയായ സ്ത്രീയും പുരുഷനും ബന്ധപ്പെട്ട് അതിലൊരു കുട്ടി ഉണ്ടായാൽ അത് അടിമയായിട്ടാണ് വരുന്നത്. ആ കുട്ടി അടിമയാവുന്നത് ആ കുട്ടിയുടെ കുറ്റം കൊണ്ടോ യുദ്ധം ചെയ്തുകൊണ്ടോ ഒന്നും അല്ലല്ലോ. വേറൊരു ഡൗട്ടാണ്, ഈ ഇപ്പൊ അടിമയുള്ള ആൾക്കാരെ സ്ത്രീകൾ ഉണ്ടാവില്ല, ഓലെ മറ്റേ കല്യാണം കഴിച്ച് സ്വതന്ത്രമാക്കാൻ പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. അതേപോലെ തന്നെ ഓലായിട്ട് മീൻസ് ഫിസിക്കലായിട്ട് റിലേറ്റ് ചെയ്യാനും പറ്റുന്നുള്ളൊരിതുണ്ട് കല്യാണം കഴിക്കാതെ. പല ഭർത്താക്കന്മാര് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ബന്ധപ്പെടാമെന്ന് വേറെയുണ്ട്. അത് സ്വയായ ഖുറാനിലുണ്ട്. ഏത് ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് എവിടെയുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. അല്ല, ഇത് ഖുറാനിലത് ഏത് സുഹൃത്തുണ്ട് നമ്മക്ക് സുഖമാണ്. നമ്മളിത് നിങ്ങൾ രണ്ടാള് കോൺഫറൻസ് കോളൊക്കെ ഇട്ട് വിളിക്കുമ്പോ ഇതിനെ കുറിച്ചൊക്കെ ഏകദേശം ധാരണ ഉണ്ടാക്കിട്ട് വിളിക്കണ്ടേ? നമ്മൾ നിങ്ങളോട് ഡിബേറ്റ് ചെയ്യാൻ വിളിക്കുന്നവരല്ലോ. അല്ല, എന്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ. സ്ലേവറി ഇസ്ലാമിൽ ഹലാൽ അല്ലേ? അല്ലേ? സ്ലേവറി ഇൻഹ്യൂമൻ ആണെന്ന് നിങ്ങൾ പറഞ്ഞു. ഇൻഹ്യൂമൻ ആയിട്ടുള്ള ഒരു വ്യവസ്ഥിതിയെ അനുവദിച്ച ഒരു പ്രത്യയശാസ്ത്രം ആധുനിക കാലത്ത് മനുഷ്യർക്ക് യോജിച്ചതല്ല എന്ന് ഞാൻ എടുത്ത നിലപാട് അപ്പൊ ശരിയല്ലേ? അത് സാഹചര്യം നോക്കണ്ട സാറേ. നമ്മളിപ്പോ സ്ലേവറി എന്ന് പറയുമ്പോ ഒരു സാഹചര്യമല്ല, ഏത് സാഹചര്യത്തിലും അടിമാക്കാൻ പറ്റൂലല്ലോ. ഞാൻ ചോദിച്ചത് അതിനെ കുറിച്ചല്ലല്ലോ, അടിമകൾ ഉണ്ടായി വരുന്ന വ്യവസ്ഥയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അടിമത്തം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതി, ആ ഒരു സിസ്റ്റത്തെ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു മതം ഇൻഹ്യൂമൻ ആണ്. പിന്നെ സാറേ ഈ സാറുവിളി ഒഴിവാക്കിയിട്ട് നിങ്ങൾ എന്നെ പേര് വിളിച്ചോ, അതാണ് എനിക്കിഷ്ടം. നമ്മളെ കാര്യങ്ങള് അപ്പൊ നിങ്ങള് ചേട്ടാന്നോ ഇക്കാന്നൊക്കെ വിളിച്ചോ, അങ്ങനെ വിളിച്ചേ പറ്റുള്ളൂ. ഇക്കാന്നൊക്കെ വിളിച്ചോ, കുഴപ്പമില്ല. ഒരു ഡൗട്ട് മീൻസ് ഇപ്പൊ ഭർത്താവ് ഉണ്ടെങ്കിലും ഫിസിക്കലി റിലേറ്റ് ചെയ്യാൻ ഇപ്പൊ നിങ്ങള് പറഞ്ഞല്ലോ, അത് ഹദീസിലാണ് ഖുറാനിലുണ്ട്? ഖുറാനിലുണ്ടോ? നിങ്ങൾ എന്ത് പഠിക്കുന്ന കുട്ടികളോ? പഠിക്കുന്ന ആൾക്കാരാണോ നിങ്ങളതോ? ഞാൻ ഡിഗ്രിക്ക് പഠിക്കുക, ബികോം. ഞാനിപ്പോ +2 കഴിഞ്ഞു. നിങ്ങള് ഞാൻ ചോദിക്കണോണ്ടൊന്നും തോന്നണ്ട, നമ്മളെ നാട്ടിൽ പോയി ചോദിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. നിങ്ങള് ഈ സുന്നി മുജാഹിദ് ഏത് വിഭാഗത്തിലാ? മുജാഹിദാണ്. സംവാദത്തിന്റെ നാളെ നടക്കാൻ പോകുന്ന പരിപാടിയുടെ മുന്നോടിയായിട്ട് വിളിച്ചാണോ അതോ?
നമ്മൾ നാളെ നടക്കുന്ന പരിപാടിക്ക് ശേഷമാണ് അത് കേട്ടപ്പോഴാണ് നിങ്ങളെ പറ്റി ആ പരിപാടി എന്തായാലും ഒരു ഉടായ്പ പരിപാടിയാണ്. ബാസിലിന് ഈ വിഷയത്തിൽ സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോഴിക്കോട് പ്രോഗ്രാമിന് ഒരു മാസത്തെ സമയമുണ്ട്, അതിന് വെക്കാം. അതല്ലാതെ ആരോടും ഡിസ്കസ് ചെയ്യാതെ സ്വന്തം നിലക്ക് ഒരു ഓൺലൈൻ പരിപാടി അങ്ങനെയല്ലല്ലോ ഒരു ഡിബേറ്റ് നടത്തുക. നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ ഈ സുന്നി മുജാഹിദ് സംവാദങ്ങളൊക്കെ നടക്കുന്നത് എത്ര ദിവസത്തെ വ്യവസ്ഥ ചർച്ചയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ്. അത് ഞാൻ എന്താ നിങ്ങളോട് യോജിക്കുന്നു. സുന്നി മുജാഹിദ് വരുമ്പോ എല്ലാവർക്കും ഭയങ്കര ആവേശമാണ്. ഇതിന് വരുമ്പോ ശരിക്കും ഇതിന്റെ പേരിലൊക്കെയാണ് ശരിക്കും ഉണ്ടാവേണ്ടത്. മനുഷ്യന്മാരെ ഈമാനുമ തൊട്ടുള്ള കളിയാണിത്. മറ്റത് ചെറിയ ആശയ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ഇതിന് ഇവർക്ക് നേരിട്ട് വരാൻ സമയമില്ല, ധൈര്യമില്ല, സമയമില്ല എന്നൊക്കെ സമയമില്ലാത്തൊരു ദൈവത്തിന് നടക്കാൻ പാടില്ലല്ലോ. നിങ്ങളിപ്പോ ഓൺലൈൻ ഉണ്ടാവില്ലല്ലോ. ഞാൻ ഓൺലൈനായിട്ടും ഈ വാട്സാപ്പിൽ നമ്മൾ ഫോണിൽ ഇപ്പൊ സംസാരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ രണ്ടാളും തമ്മിൽ സംസാരിക്കുകയാണ്. ഇതൊരു ഡിബേറ്റ് അല്ലല്ലോ, ഇതൊരു സംഭാഷണമാണ്. സംഭാഷണങ്ങളും ഡിസ്കഷൻസും ഒക്കെ ഓൺലൈനിലാവാം. ഒരു ഡിബേറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. ഇതിപ്പോ ലോക്ക്ഡൌൺ ആയി എല്ലാവരും പൂട്ടി കിടക്കുന്നല്ലോ. എന്തായാലും ഇപ്പൊ ഒരു സംഭവത്തിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പം അതിന്റെ സ്ലൈഡ് പ്രിപ്പറേഷനും അതിന്റെ റിസർച്ചും കാര്യങ്ങളും ഒരു മനുഷ്യൻ എഫേർട്ട് ഇടണം. രണ്ട് ഭാഗത്തുനിന്നുള്ള ആൾക്കാർ എഫേർട്ട് എടുക്കണം, വേണ്ടേ? അപ്പൊ അത് ലൈവായിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു സുഖം. നമ്മളൊരു റൂമിൽ അടച്ചിട്ടിരുന്നിട്ടുള്ള പ്രസന്റേഷനും ഒരു സ്റ്റേജിൽ ആളുകളുടെ മുമ്പിലുള്ള പ്രസന്റേഷനും തമ്മിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ആളുകളുടെ മുമ്പിലുള്ള പ്രസന്റേഷനാണ് കംഫർട്ടബിൾ. അതുകൊണ്ടാണ്, അതാണ് സംവാദത്തിന്റെ പൊതു രീതിയും. അങ്ങനെ പിന്നെ വേറൊരു മീൻസ് ഇപ്പൊ ഈ സംവാദമൊക്കെ നടത്തും പറയുന്നുണ്ട്, നടത്തില്ല എന്നും പറഞ്ഞിട്ട്. അപ്പോ ഇതില് ഇപ്പോ അബ്ദുള്ളാസിൽ വന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഇനി പോസ്റ്റ്പോൺ ചെയ്യുകയോ അല്ലെങ്കിൽ അല്ല, അബ്ദുള്ളാസിൽ റെസ്പോണ്ട് ചെയ്തിട്ടില്ല ഇതുവരെ. കണ്ട ഭാവം നടിച്ചിട്ടില്ല. അബ്ദുള്ളാസിൽ അല്ലാതെ അതിന് പകരം ആരെങ്കിലും ഈ വിഷയത്തില് ഇസ്ലാമിനെ പ്രതിനിധീകരിച്ച് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ഒരാള്, അല്ലെങ്കിൽ ഈ വിഷയത്തില് ഇസ്ലാമിക് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാള് വരികയാണെങ്കിൽ അവരെ വെച്ചിട്ട് നമുക്ക് ഡിബേറ്റ് പ്ലാൻ ചെയ്യാം, അവർക്ക് സൗകര്യപ്രദമായ ഒരു ദിവസം ആണെങ്കിൽ. അതല്ലെങ്കിൽ നമ്മൾ 5-ാം തീയതി ഈ അടുത്ത കാലത്ത് MM അക്ബറിന്റെ ഒരു തെരുവ് വിചാരണ നടന്നിരുന്നല്ലോ, നാസ്തികതയുടെ തെരുവ് വിചാരണ എന്നുണ്ട് പരിപാടി. നാസ്തികത തെരുവ് വിചാരണ എന്നിടാമെങ്കിൽ ആക്ച്വലി നമുക്ക് ഇസ്ലാമിന്റെ തെരുവ് വിചാരണ ചെയ്യാം അല്ലെ? ആസ് പെർ ഒരു ജനാധിപത്യ രാജ്യത്ത് അക്ബറിനുള്ള അവകാശം നമുക്കുണ്ടല്ലോ. അപ്പൊ ഞാൻ എന്തായാലും അങ്ങനെ ഒരു ഇസ്ലാമിന്റെ തെരുവ് വിചാരണ എന്നുള്ള ഇതിലേക്ക് ഇപ്പൊ പോകുന്നില്ല. ഇപ്പം ഈ അടിമത്തത്തെ ന്യായീകരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. സ്ലേവറിനെ ന്യായീകരിക്കുന്ന, ഇൻഹ്യൂമൻ ആയിട്ടുള്ള ഒരു വ്യവസ്ഥിതിയെ ന്യായീകരിക്കുന്ന കുറച്ച് ഗതികെട്ട മനുഷ്യന്മാരുണ്ട്. അവരുയർത്തുന്ന ന്യായവാദങ്ങൾ, അതായത് അടിമത്തം എന്ന് പറയുന്ന മനുഷ്യത്വഹീനമായ ഒരു വ്യവസ്ഥിതിയെ ന്യായീകരിക്കുന്ന ആളുകൾ ഉയർത്തുന്ന ചില വികല വാദങ്ങളും ന്യായങ്ങളും ഉണ്ട്. ആ ന്യായങ്ങളുടെ തെരുവ് വിചാരണയാണ് നമ്മൾ നടത്താൻ പോകുന്നത്. വേറൊരു കാര്യം പറഞ്ഞാൽ നിങ്ങളിപ്പോ എസൻസിലുണ്ടോ? ഞാനില്ല. ഞാൻ ഒരു സംഘടനയുടെയും മെമ്പറോ പാർട്ണറോ ഒന്നല്ല. നിങ്ങൾ മുമ്പ് എസൻസിന് പിരിഞ്ഞു എന്തൊക്കെ? ഞാൻ അങ്ങനെ എസൻസിന്റെ ഭാഗം, ഒരു കാലത്ത് എസൻസിന്റെ ഭാഗമായിരുന്നിട്ടില്ല. ഒരു കാലത്ത് ഒരു സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെയും ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല ആരുടെയും. പിന്നെ അതിലെ എസൻസിനെതിരിപ്പോ വരുന്നൊരു വാദം പറഞ്ഞാൽ ഇപ്പോ മറ്റേ സംഘപരിവാർ ഇതാണ്, ചാപ്പകുത്തിയാണ്, അങ്ങനെ ആർക്കാ എന്താ പറഞ്ഞുകൂടാത്ത? അതൊക്കെ അവര് എസൻസിനെതിരെ ഉള്ള വാദങ്ങൾക്ക് അവർ മറുപടി പറയട്ടെ. അതിനെ പ്രതിരോധിക്കേണ്ടതോ മറുപടി പറയേണ്ടതോ ഭാഗം ഞാൻ അതിന്റെ ഭാഗമല്ലല്ലോ. പിന്നെ ഞാൻ അതിൽ മറുപടി പറയുന്ന അർത്ഥമല്ല. ഞാനറിഞ്ഞാല് ഇപ്പൊ കഴിഞ്ഞൊരു ഓണത്തിന്റെ ശേഷം ഇങ്ങനെ ഇപ്പൊ ആരിഫ് ഹുസൈൻ അങ്ങനത്തെ മറ്റേ എസൻസിന്റെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിങ്ങനെ കേട്ട് ഇങ്ങനെ നോക്കലുണ്ട്. മീൻസ് കൊല്ലിങ്ങനെ കേട്ടാണ് ഇങ്ങനെ വിലയിരുത്തലുണ്ട്. ഫസ്റ്റ് ചോദിച്ചിരുന്ന പിന്നെ ആരിഫ് ഹുസൈന്റെ പിന്നെ കുറെ കേട്ടപ്പോ പിന്നെ ഒരു ഡൗട്ട് വന്നു. മീൻസ് ചില കാര്യങ്ങള് പറഞ്ഞത് റെഡി ആവണില്ല. പിന്നെ റെസ്പെക്ടിന്റെ ഒരു വിഷയം. മീൻസ് റെസ്പെക്ട് മീൻസ് ഇസ്ലാം റെസ്പെക്ട് ചെയ്യുന്നതല്ല, മീൻസ് ആസ് എ മാൻ അങ്ങനെ ഒരു റെസ്പെക്ട് ചെയ്യുന്ന സംഭവം ഒന്നും ഇല്ലാത്ത മീൻസ്. അതുകൊണ്ട് പിന്നെ ആരിഫ് ഹുസൈന്റെ ചില വാദങ്ങൾ കള്ളാണെന്നും ചിലടുത്തുണ്ട്. മീൻസ് ഇപ്പോ ചില ഹദീസ് പറഞ്ഞത് ആരിഫിന്റെ കേസ് ആരിഫായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ ഇപ്പൊ ഈ അബ്ദുള്ള അബ്ബാസിൽ ഞാൻ പറഞ്ഞ നുണയാണെന്നിട്ട് 1-2 ചെയ്തിരുന്നു. അതിനുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് മറുപടി ഒന്നും വന്നില്ല. അങ്ങനെ അത് ഞാൻ ശ്രദ്ധിച്ചു. മീൻസ് അൺമാസ്കിങ്ങിൽ നിങ്ങളെ വീഡിയോന് റിയാക്ഷൻ അല്ല, ആരിഫ് ഹുസൈൻ, രവിചന്ദ്രൻ, ജബ്ബാർ നാസിഫ് ഓലെ റിയാക്ഷനാണ് കൂടുതലുള്ളത്.
അൺബോക്സിംഗിൽ ഞാൻ അങ്ങനെ തപ്പി നിങ്ങളെ ഒരു റിയാക്ഷൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ അടിച്ചു നോക്കുകയും ചെയ്തു. പക്ഷെ എന്തിനാണ് ഇപ്പൊ എന്നോട് ഇങ്ങനെ ഒരു വിവേചനം എന്ന് നിങ്ങൾ ചോദിച്ചൂടെ അവരോട്? അതിന്റെ നിങ്ങളെ ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നല്ലോ ബാസിലായിട്ടോ? അതിന്റെ ക്ലാസ്സിൽ പറഞ്ഞു അന്ന് നമ്മളിത് എപ്പിസോഡ് തുടങ്ങുന്ന എപ്പിസോഡിൽ ഭൂരിഭാഗം രവിചന്ദ്രൻ. എന്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ, ഞാൻ പറഞ്ഞ നുണകളില്ല. ഞാൻ പറഞ്ഞ നുണ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം എടുത്തത് ഒരു ഹദീസ് വായിച്ചിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞിട്ട് പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത സമയത്ത് ഉറുമ്പിനെ കൊല്ലാൻ തീരുമാനിച്ച ഒരു അല്ലെങ്കിൽ കൽപ്പിച്ച ഒരു പ്രവാചകൻ എന്ന് പറയുന്നത് ഒരു ദൈവം എന്നായിപ്പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അപ്പൊ തന്നെ അടുത്ത സെക്കൻഡിൽ തിരുത്തുന്നുണ്ട്. എന്നിട്ട് ആ ഒരു 15 സെക്കൻഡ് അടർത്തി എടുത്തിട്ട് ആണ് അവന്റെ കസർത്ത്. ഞാൻ നുണ പറഞ്ഞു ഇതൊക്കെ ഉണ്ടോന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് പണ്ട് ഈ പിന്നെ ഹുസൈൻ സലഫിയും പേരോട് തമ്മിലുള്ള സംവാദം ഇതിനേക്കാളും ഭേദം തോന്നി. അപ്പൊ ഈ കൂട്ടിമാട്ടലും കട്ടുമുറിക്കലും എങ്ങനെയൊന്നും അല്ലല്ലോ. നമ്മളൊരു വാദം പറയുമ്പോ ഒരാള് ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് സാമാന്യമായിട്ട് നമുക്ക് മനസ്സിലാവല്ലോ. വാക്ക് വഴിയും നാക്ക് വഴിയും ഒന്നും അല്ലല്ലോ. അപ്പൊ നിങ്ങൾ രണ്ടാളും എന്നോട് പേര് റിപ്പീറ്റ് ചെയ്ത് ഞാൻ എപ്പോഴേലും പറയുന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ടും കൂടെ ഞാൻ പേര് മാറി വിളിച്ചു എന്ന് വിചാരിച്ചോ? അതാണോ ഒരു പിന്നെ ഞാൻ പറഞ്ഞ കളവ്? അല്ലല്ലോ. ഞാൻ പറയുന്ന വാദങ്ങള് ആണ് ഗണ്ണിക്കേണ്ടത്. പറയുന്ന വാക്കുകളിൽ ഒരു അക്ഷര പെശകോ സാറ് പറഞ്ഞതിലിപ്പോ മെയിനായിട്ട് അടിമത്തം എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്ന് പിന്നെ അടുത്ത കോൺസെപ്റ്റ് എന്തോന്നും അറിയാൻ അതന്നെ മതിയല്ലോ. ദൈവികമായ ഒരു പ്രത്യയശാസ്ത്രത്തിൽ ഒന്നെന്നെ മതിയല്ലോ. ഒരെണ്ണം പിഴവുണ്ടെങ്കിൽ പിന്നെ അത് ദൈവികം അല്ലല്ലോ. പിന്നെ ആരിഫ് ഹുസൈന് പിന്നെ കൊറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. എനിക്കുണ്ട് കൊറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. പക്ഷെ നമ്മൾ ഒരു കാര്യം നമ്മൾ ഈ അരി വെന്തോ നോക്കാൻ വേണ്ടിട്ടേ, ചോറ് വെന്തോ നോക്കാൻ ഒരു 1-2 വറ്റ എടുത്താൽ മതിയല്ലോ. കൊറേ ഉണ്ട്. ഞാൻ ഈ കാര്യം ഒന്ന് തീരുമാനാക്കിയിട്ട് അടുത്ത് നമുക്ക് പോകാന്ന് വെച്ചിട്ടാണ്. അപ്പൊ ഈ അടിമത്തം എന്ന് പറഞ്ഞപ്പോ ഇസ്ലാമിനെ ആ രീതിയിൽ വിമർശിക്കുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും മതങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല ദൈവം ഇല്ല എന്നുള്ള കോൺസെപ്റ്റ് വെച്ചിട്ട് ഏത് മതങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇനിയിപ്പോ മതം ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുടെ ഇടയിൽ അടിമത്തം ഉണ്ടെങ്കിൽ അതും തെറ്റന്നെയാണ്. അടിമത്തം എന്ന് പറയുന്ന ഒരു അടിമത്തം എന്നല്ല ഞാൻ ചോദിക്കുന്നത്. ഇസ്ലാമിന്റെ പുറത്തോട്ട് വന്നാല് വേറെ ഏതെങ്കിലും ദൈവം ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണോ? ആ വിശ്വാസത്തിലാണ്. അതായത് ഈ പറയണ മതങ്ങളൊന്നും അല്ല പ്രപഞ്ചത്തിന്റെ പിന്നിൽ എന്തോ ശക്തി ഉണ്ടോന്നൊക്കെ അന്വേഷിച്ച് കുറച്ചാലൊക്കെ നടന്നിരുന്നു. പിന്നെ മനസ്സിലായി അങ്ങനത്തെ ഈ പറയപ്പെടുന്ന തരത്തിലുള്ള ഒരു ശക്തിയുടെ ഒരു പ്രസൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബോധ്യമൊന്നും വന്നിട്ടില്ല എനിക്ക്. അതായത് അപ്പൊ ഒരു ഇതില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങളൊരു കൺക്ലൂഷൻ. അതെ, ഒരു കോൺഷ്യസ് ആയിട്ട് നമ്മളെങ്ങനെ നോക്കിയിരിക്കുന്ന കണ്ണു തുറത്തിയിരിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അല്ല, അത് മതത്തിലേക്ക് വരുമ്പോഴുള്ള കോൺസെപ്റ്റ് ഇല്ല. ഞാൻ ചോദിച്ചാൽ മതത്തിന്റെ പുറത്ത് ചിന്തിക്കുമ്പോ അങ്ങനെ മതത്തിന്റെ പുറത്ത് ദൈവം മതത്തിന്റെ പുറത്ത് ഇപ്പൊ ദൈവം ഇല്ലല്ലോ. അല്ല, അതാ ചോദിച്ചത്. ഇപ്പൊ നമ്മളിപ്പോ മുസ്ലിങ്ങളായിട്ട് ജീവിച്ചു വരുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്കിപ്പോ ആ രീതിയിൽ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ നിങ്ങള് ഇതുവരെയുള്ള ഫൈൻഡിങ്സ് അങ്ങനെ ഒരു ദൈവം എന്നുള്ള രീതിയിൽ നമ്മൾ പഠിപ്പിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു സംഭവം ഉള്ളതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. പിന്നെ ഈ ശക്തി എന്നാണ് പറയണതെങ്കിൽ ഇപ്പൊ ഈ പറയപ്പെടുന്ന എന്താ പറയാ, ഈ പ്രകൃതി, ഈ പ്രപഞ്ചം, എനർജി, ടൈം, മാറ്റർ, ഇതൊക്കെ ഇതിന്റെയൊക്കെ ഒരു ബേസ് ഉണ്ടല്ലോ, എനർജി. അതാണ് ദൈവം എങ്കിൽ അത് ഈ പറയപ്പെടുന്ന അതിനെ വേണേ നമുക്ക് ദൈവം എന്ന് വിളിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ഈ മതങ്ങൾ പറയുന്നതോ ദൈവത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങൾക്കോ പൂർണ്ണമായിട്ടും യോജിക്കുന്ന തരത്തിലുള്ളതല്ലതിനും. പിന്നെ ആർക്ക് കാര്യം ചോദിക്കണ്ടേ, ഇപ്പൊ സാറിവിടെ മറ്റേ അടിമത്തത്തിന്റെ ഇത് ഖുറാനിലുണ്ട് എന്ന് പറഞ്ഞില്ലേ? അതുള്ളതല്ലേ നമ്മളിനി വേറെ ചിലപ്പോ നമ്മളും ചാപ്പ കുത്തിയേ നമ്മളങ്ങനെ ആയി എന്ന് പറഞ്ഞാണ്ട് അന്വേഷണത്തിന്റെ ഇതിലാണ്. അപ്പൊ നമ്മള് ഓന് കാസറായി പോയി അറിഞ്ഞാണ്ട് പിറ്റേന്നുണ്ടാ നമുക്ക് പിന്നെ പുറത്തിറങ്ങിയെടുക്കാൻ. അപ്പൊ അതുള്ള നല്ലേന്നൊന്നും. അതെ നിങ്ങള് പിന്നെ 33-ാമത്തെ അധ്യായം ഒന്ന് ശരിക്കും വായിച്ചാൽ മതി. 33-ലാണെങ്കിൽ നിസായിലാണെങ്കിൽ കറക്റ്റ് ഓർമ്മയില്ല, നോക്കേണ്ടി വരും. 4:23 ആണോ അതല്ലെങ്കിൽ അത് വേണേ നോക്കിട്ട് പറഞ്ഞുതരാം. 4:23 ഏതാണ് ഡൗട്ടുള്ള സുഹൃത്തെന്ന് പറഞ്ഞത് നമ്മള് ഒരു മിനിറ്റ്. സൂറത്ത് നിസായിലാണ് എന്നാണ് എന്റെ ഓർമ്മ കേട്ടോ. 4:23 ആണോ 24 ആണോ നോക്കാം. അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും അടിമത്തക്കാത്ത ഒരു വിഷയം കൂടി
അടിമത്തല്ലാത്തൊരു വിഷയം കൂടിയുണ്ട്. അടിമത്തല്ലാത്ത വിഷയം എന്ന് പറഞ്ഞാല് സ്ത്രീകളോടുള്ള വിവേചനം. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അത് ഇപ്പൊ സംഘടനക്കാർ ചെയ്യണതാണോ അല്ലെങ്കിൽ അതിലുള്ളതാണോ? അതിലുള്ളതാണ്, അതൊക്കെ മതത്തിലുള്ളതാണ്. പിന്നെ എന്തെങ്കിലും അങ്ങനെ നോക്കിയാൽ ഇപ്പം ഈ പറയുന്ന ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇപ്പൊ നമ്മള് പിന്നെ മറ്റു മതസ്ഥരോടും മറ്റു മനുഷ്യരോടുള്ള സമീപനം ഇത് സൂറത്ത് നിസായിൽ തന്നെയാണ് കേട്ടോ. 4:24 തന്നെയാണ് ഞാൻ പറഞ്ഞത്. 4:24. മുഹ്സനാത്തു മിനൻ നിസാഇ ഇല്ലാ മാ മലക്കത്ത് അയ്മാനുക്കും എന്ന് പറഞ്ഞ അതെന്തായാലും കുറച്ച് ഹദീസുകൾ നിങ്ങൾ പറഞ്ഞല്ലേ. ഇപ്പൊ അതിനകത്ത് ഇല്ലാമാ മലക്കത്ത് അയ്മാനുക്കും എന്നുള്ളതിന് യുദ്ധത്തടവുകാരായി നിങ്ങളുടെ അധീനതയിൽ വന്നവർ ഇതിൽ നിന്ന് ഒഴിവാണ് എന്ന് പറയുന്ന ഭാഗം. അതായത് യുദ്ധത്തടവുകാരായിട്ട് പിടിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ അടിമകളാക്കി പിടിക്കുന്ന, യുദ്ധത്തടവുകാരായിട്ടല്ല, ഒരു ഗോത്രത്തെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ അവിടെയുള്ള സ്ത്രീകള് യോദ്ധാക്കളുടെ അടിമകളായി മാറുകയാണ് ചെയ്യുന്നത്. ഈ സ്ത്രീകളും കുട്ടികളൊന്നും യുദ്ധത്തിൽ പങ്കെടുത്തതോ യുദ്ധത്തിന്റെ ഭാഗമാണെന്നോ നിർബന്ധമൊന്നുമില്ല. ഒരു ഗോത്രത്തെ ടാർഗറ്റ് ചെയ്യുന്നോ ഗോത്രത്തെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇതില് ഏറ്റവും ഇതിലെ രസം എന്താന്ന് വെച്ചാൽ ഈ വചനത്തിന്റെ അവതരണ പശ്ചാത്തലം വളരെ പ്രധാനമാണ്. അപ്പം ഒരു ഗോത്രത്തെ ഇങ്ങനെ കീഴ്പ്പെടുത്തിയതിനു ശേഷം അവിടുത്തെ സ്ത്രീകളെ ഇങ്ങനെ വീതം വെക്കുന്ന സമയത്ത് ചില ആളുകള് ഇതിലിങ്ങനെ ഈ അവരുടെ ഭർത്താക്കന്മാര് ജീവനോടെ ഉണ്ട്. അപ്പോ അതെങ്ങനെയാ നമ്മളത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ചോദിച്ചപ്പോ ഇറക്കി കൊടുത്ത ആയത്താണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതൊക്കെ വളരെ ഇൻഹ്യൂമൻ ആയിട്ടുള്ള ഒരു എന്താ പറയാ, നമ്മൾ ആ ഒരു സീനാരിയോ നമ്മുടെ വീട്ടുമുറ്റത്ത് നടക്കുന്നതായിട്ട് സങ്കല്പിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അതിന്റെ ഇന്റൻസിറ്റി എത്രയാന്നുള്ളത്. തഫ്സീറുകളിൽ നോക്കിയാൽ മതി. തബ്രിയുടെ തഫ്സീറിലോ അല്ലെങ്കിൽ വാഹിദിയുടെ സബബുന്നുസൂൽ അസ്ബാബുന്നുസൂൽ ഒരു ബുക്ക് ഉണ്ട്. അപ്പൊ ഇപ്പൊ ഇനിയിപ്പോ ഈ ബിലാലിന്റെ കഥയൊക്കെ പുറത്തു വന്നപ്പോ അയാളെ തള്ളിയിട്ടൊക്കെ ഉണ്ട്. അയാളെ സൂക്ഷ്മതല്ലാതെ എഴുതി വെച്ചാന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മുഫസ്സിറുകൾക്ക്. തഫ്സീർ ഇതൊക്കെ ഇബ്നു കസീറിന്റെ അല്ലെങ്കിൽ പിന്നെ തബരിയിലും ഒക്കെ ഉണ്ടാവും. എവിടെയുള്ളത് കറക്റ്റ് ആയിട്ട് നോക്കണം. ഞാൻ ഓരോ സമയത്തും അപ്പപ്പോ എടുത്ത് നോക്കലാണ്, ഒന്നും കാണാതെ. എങ്ങനെ മാനി തഫ്സീറിൽ ഉണ്ടാവാനാണ് സാധ്യത കേട്ടോ. മനസ്സിലായില്ല. റെഫർ ചെയ്യാന് അല്ലാതെ നിങ്ങളെ അങ്ങനെ നാളെ 2 കോയകൾ വിളിച്ചു. അല്ലല്ല, കോയകൾ എന്നുള്ള പ്രയോഗം എന്റെ ശൈലിയല്ല. ഞാനിപ്പോ നിങ്ങളോട് എന്തെങ്കിലും ബഹുമാനക്കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്തോ നമ്മൾ സംസാരിക്കുന്നത്? ഞാൻ പിന്നെ വിളിച്ചത് താരിഫിന്റെ ഒക്കെ ഇത് പറഞ്ഞാൽ ആ കാര്യങ്ങളാണ്. നമുക്കങ്ങനെ എന്താ പറയാ, ആളുകളോട് ബഹുമാനക്കുറവില്ല. നിങ്ങളിപ്പോ ഈ ആശയത്തിലാവുന്നു, ഇത് നിങ്ങളുടെ ബോധ്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നുണ്ടാവുക. നിങ്ങൾ ചെറിയ പ്രായത്തിൽ പഠിപ്പിച്ചതാണ് എന്ന് എനിക്ക് വാദമുണ്ട്. ഞാനൊക്കെ അങ്ങനെ തന്നെ വന്നതാണ്, നമ്മൾ അങ്ങനെ വളർത്തപ്പെട്ടവരാണ് എന്ന് വിചാരിച്ചിട്ട് അടിമകളെ ആക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചത്. അടിമകളെ മോചിപ്പിക്കണം, നമ്മളൊക്കെ അങ്ങനെ പഠിപ്പിച്ചിരുന്ന. അടിമകളെ മോചിപ്പിക്കണം, അതിന് കൂലിയുണ്ട് എന്നൊക്കെയാണ് നമ്മളെയൊക്കെ പഠിപ്പിച്ചിരുന്നത്. പക്ഷെ അതിന് വിരുദ്ധമായിട്ടുള്ള സാധനങ്ങൾ നമ്മളെ പഠനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണുമ്പോ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും. പിന്നെ ഇതില് നിങ്ങൾ രണ്ടാമത് പറഞ്ഞിട്ട് സ്ത്രീ വിവേചനം ഉണ്ട്. ഇതില് സ്ത്രീ വിവേചനം നിങ്ങൾ പറഞ്ഞു അത് ഇതാക്കിയിട്ട് നെഗറ്റീവായിട്ട്. അപ്പോ ഇത് മറ്റേ സമ്പത്തിന്റെ വിഷയത്തിൽ എന്തിന്റെ വിഷയത്തിലാണ് ഡ്രസ്സിംഗ് കോഡ് എങ്ങനെയാണ് ഉദ്ദേശിച്ചത്? സാധാരണ വരുന്ന സമ്പത്ത് സ്ത്രീകളുടെ ഡ്രസ് കോഡ് അങ്ങനെ പറഞ്ഞാലാണ്. ഈ ഡ്രസ് കോഡിന് മാത്രമല്ല, പൊതുവിൽ അവരെ രണ്ടാം തരക്കാരായിട്ടാണ് ഖുർആനിൽ വിശദീകരിച്ചിട്ടുള്ളത്. അത് അള്ളാഹു അങ്ങനെ ആക്കിയതാണ് എന്നാണ് ഖുർആന്റെ വാദം. നമ്മൾ നേരത്തെ പറഞ്ഞ 4:24 പശ്ചാത്തലങ്ങൾ പറഞ്ഞ തഫ്സീറിൽ ഉണ്ട് കേട്ടോ. ഔത്തോസ് യുദ്ധത്തിൽ ബന്ധനസ്ഥരായ സ്ത്രീകളിൽ വിവാഹിതരായിരുന്നവരോട് അവർക്ക് ഭർത്താക്കന്മാരുണ്ടായിരിക്കെ ബന്ധത്തിൽ ഏർപ്പെടുവാൻ സഹാബികൾക്ക് വൈമനസ്യമുണ്ടായി എന്നും ഇതിനെപ്പറ്റി അവർ റസൂൽ തിരുമേനിയോട് ചോദിച്ചു എന്നും ആ സന്ദർഭത്തിൽ ഈ വചനം അവതരിപ്പിച്ചു എന്നും പല മാർഗങ്ങളിലൂടെയും ഹദീസിൽ വന്നിരിക്കുന്നു.
ഈ സ്ത്രീ ഇതിനൊരു കാരണം കൂടി ഉണ്ട്. ഈ സ്ത്രീകളുടെ വിവാഹത്തിൽ നിന്ന് ജനിക്കുന്ന കുട്ടികളെ സ്വതന്ത്രരാക്കുന്നതും ഈ സ്ത്രീകളെ അവരുടെ യജമാന്റെ ഭർത്താവിന്റെ മരണത്തോടു കൂടി അതിനു മുമ്പ് സ്വന്തമായിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ താനെ സ്വതന്ത്രരായി തീരുന്നതുമാണെന്ന് 4-ാം വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. വലങ്കൈ ഉടമസ്ഥ എന്ന പ്രയോഗത്തിനെ പറ്റി മുഅ്മിനൂൻ 6 വചനത്തിന്റെ അനുബന്ധ വ്യാഖ്യാനക്കുറിപ്പുകളും അടിമകളെ സംബന്ധിച്ച ഇസ്ലാമിക നിലപാടിനെ സൂറത്ത് അഹ്സാബിൽ ശേഷിക്കുന്ന വ്യാഖ്യാനക്കുറിപ്പിലും വ്യാഖ്യാനത്തിലും വിവരിച്ചത് കാണുക എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് പിന്നെ ചില തഫ്സീറുകളിൽ എഴുതി വെച്ചിരിക്കുന്നത്, ഇതിന്റെ കാരണമായിട്ട് വിശദീകരിച്ചിട്ടുള്ളത്, ഈ ബന്ധത്തിൽ ഏർപ്പെടുന്ന അടിമകൾ ഉണ്ടെങ്കിലും ഭർത്താക്കന്മാര് അവിടെ അപ്പ ജീവനോടെ ഉണ്ടെങ്കിലും അവരെ ശാരീരികമായിട്ട് ഉപയോഗിക്കാനുള്ള അനുമതി അവനെ അതിന് ചില ആൾക്കാർക്ക് ഒരു വൈമനസ്യം ഉണ്ടായപ്പോ അത് കുഴപ്പമില്ല എന്നാണ് ആയിട്ട് മനസ്സിലായോ? അപ്പൊ അതൊക്കെ എത്ര ഇൻഹ്യൂമൻ ആണെന്ന് ആലോചിക്കാം. ഒരു യുദ്ധം കഴിഞ്ഞ്, യുദ്ധം എന്തിന്റെ പേരിലല്ല, ഇപ്പൊ യുദ്ധമായാലും അക്രമമായാലും അതിനിരകളാക്കപ്പെട്ട ഒരു ജനതയിൽപ്പെട്ട സ്ത്രീകളെ കുറിച്ചാണ് ഈ പറയണത്. അപ്പൊ ഇത് ആക്ച്വലി ഇത് റേപ്പാണ്. അതങ്ങനെ തന്നെയാണ് വരിക. അപ്പൊ നമ്മളിതൊന്നും എന്താ അറിഞ്ഞില്ല, നമ്മള് അടിമത്തം അറിഞ്ഞ് ഇങ്ങനെ ഇതാക്കുമ്പോ നമ്മളിങ്ങനെ വിചാരിക്കും നമ്മൾ കേട്ടതല്ലാത്തത് പറയുമ്പോഴേ. ഞാനൊക്കെ വിശ്വാസിയായിരുന്നപ്പോ ഊറ്റം കൊണ്ട് നടന്നിരുന്നത് ഘട്ടം ഘട്ടമായിട്ട് മദ്യം നിരോധിച്ച പോലെ അടിമത്തം നിരോധിച്ചു, അടിമത്ത വിമോചനം പുണ്യമായിട്ട് കൽപ്പിച്ചു, ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങളെ നമ്മൾ പഠിച്ചിരുന്നത്. അതന്നെയാണ് നിങ്ങളും പഠിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഈ സംഭവമായിട്ട് ഘട്ടം ഘട്ടമായ നുബുവത്ത് കിട്ടിയതിന്റെ ശേഷമാണ് വരുന്നത്. അല്ലെങ്കിൽ ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല ഇവിടെ. ഒരു ഘട്ടത്തിൽ പോലും പോട്ടെ, നിരോധനം എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ഇതൊരു തിന്മയാണെന്നുള്ളൊരു സൂചന. ഇത്രയും ഇൻഹ്യൂമൻ ആയിട്ടുള്ള ഒരു സംവിധാനം അതില്ലാതാക്കപ്പെടേണ്ടതാണ് എന്നുള്ളൊരു സൂചന വേണ്ടേ? ഇതൊരു തെറ്റാണെന്നുള്ളൊരു, അത് ഇപ്പോ അതിനെ മോചിപ്പിക്കുന്നൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടല്ലോ. അതിനൊക്കെ വേറെ അതൊക്കെ ആ മോചനം എന്ന് പറയുന്നത് അടിമകളെ മോചിപ്പിച്ച് പുണ്യം നേടുക എന്ന് പറയുന്നത് മോചിപ്പിക്കുന്ന ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടല്ലോ. അടിമത്ത മോചനത്തിന് പുണ്യം ഇസ്ലാം പുതിയതായിട്ട് കണ്ടുപിടിച്ച സാധനമല്ല. അത് എല്ലാ കാലത്തും. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നില്ലേ? അടിമകളെ മോചിപ്പിക്കുന്നത് ഒരു നല്ല കാര്യമായിട്ട് ഇസ്ലാമിന് മുമ്പേ അറബികൾക്കിടയിൽ പ്രചാരത്തിലുള്ളതാണ്. അവർക്ക് വലിയ സന്തോഷങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അവർ അടിമകളെ മോചിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പൊ അതൊരു പുതിയ കാര്യമൊന്നുമല്ല, അത് ഇസ്ലാം കൊണ്ടുവന്ന ഒരു സാധനമൊന്നുമല്ല. പിന്നെ ഇപ്പൊ ചില ആൾക്കാർ പറയും എന്താ പറയാ, നമ്മുടെ അടിമക്ക് വേണമെങ്കിൽ കരാർ എഴുതിയിട്ട് സ്വയം പുറത്തു കൊണ്ടുവരുന്ന ഉദ്ദേശം, ഇത് ഇസ്ലാം കൊണ്ടുവന്ന സാധനമൊന്നുമല്ല. അതിന് മുമ്പ് ലോകത്തുള്ളതാണ്. അപ്പൊ ഇത് ഇസ്ലാമിക് ലോണിന് എതിരാവൂല. ഇവിടെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? അവിടെ മറ്റവന് കേൾക്കുന്നുണ്ടോ അറിയില്ല, സിഗ്നൽ പ്രശ്നം കേൾക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഹലോ, ആ പുള്ളിക്ക് കേൾക്കുന്നില്ല. എങ്കിൽ പിന്നെ നിങ്ങൾ പിന്നെ ഒരു സമയത്ത് വിളിക്കൂ, പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹലോ സർ. യെസ്. ഹലോ, ലിയാഖത്തലി സാറല്ലേ? നമ്മള് കുറച്ച് ദിവസം മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീ ആണോ? പറഞ്ഞോളൂ, ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ. ഓക്കെ. അല്ല, നിങ്ങള് അന്ന് വല്ല അൺമാസ്കിങ്ങിന്റെ ചാനൽ കയറിയപ്പോ നമുക്കൊരു പോസിറ്റീവ് ഇതുണ്ടായിരുന്നു, അത് സംസാരിക്കുന്നുള്ള ആൾക്കായിരുന്നു. അതൊന്നും സംസാരിച്ചില്ല. മനസ്സിലായില്ല, ഒന്നുകൂടി പറയാമോ? അല്ല, അന്ന് അൺമാസ്കിങ്ങിന്റെ ഇതില് ലൈവില് നിങ്ങൾ പങ്കെടുത്തല്ലോ. പക്ഷെ നിങ്ങള് ഡിബേറ്റിന് പോവാത്തത് എന്ത്? ഡിബേറ്റിനല്ലല്ലോ നമ്മളെ ഡിബേറ്റിനാരും വിളിച്ചിരുന്നില്ലല്ലോ. നിങ്ങൾ വിളിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് അതിൽ ജോയിൻ ചെയ്തത്? എന്റെ പേര് വിട്ടിട്ട് അങ്ങനെ ഒരു വൃത്തികേട് കാണിക്കുമ്പോ നമ്മൾ കയറി ചോദിക്കേണ്ടത് എന്താ സംഭവം? നിങ്ങൾ അതേപോലെ അവരുടെ പേര് വെച്ചിട്ട് നിങ്ങളും പോസ്റ്റർ അടിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ പരിപാടി നടക്കുമ്പോൾ വന്ന് ചോദിക്കാലോ, അതിനെന്താ കുഴപ്പം? അത് ശരി. അപ്പൊ നിങ്ങൾക്ക് പോസ്റ്റർ അടിക്കാം, അവർക്ക് പോസ്റ്റർ അടിക്കാൻ പറ്റും. ഞാൻ പോസ്റ്റർ അടിച്ചിട്ട് സംവാദം നടക്കുന്നു എന്ന് പറഞ്ഞ പരിപാടി ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് വെന്യൂ ഒക്കെ ഫിക്സ് ചെയ്ത് പരിപാടി ഇറക്കുന്നുണ്ടോ? നിങ്ങളെ പോസ്റ്റർ കണ്ടിട്ടുണ്ടോ? അല്ല, നിങ്ങളെ പോസ്റ്റർ കണ്ടിട്ടുണ്ടോ? അതെ അതെ. അതായത് ബാസിൽ സംവാദത്തിന് വെല്ലുവിളിച്ചിരുന്നു. ആ വെല്ലുവിളി ഏറ്റെടുത്തിരുന്നു. ആ വെല്ലുവിളി ഏറ്റെടുത്ത സ്ഥിതിക്ക് ഇനി ബാസിൽ വരികയാണെങ്കിൽ സംവാദം, ബാസിൽ വരികയാണെങ്കിൽ സംവാദം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അതെങ്ങനെയാ? അങ്ങനെയല്ല ലിയാഖത്ത് അലി പങ്കെടുക്കുന്നു എന്നുള്ള രീതിയിലാണ്. ലിയാഖത്ത് അലി പങ്കെടുക്കുകയാണെങ്കിൽ അവരും പറഞ്ഞത്. അല്ല, അങ്ങനെ അവർ എഴുതിയിട്ടില്ല.
ലിയാഖത്തലിയെ ക്ഷണിച്ചിരുന്നു എന്നും പറയുന്നത് കേൾക്കൂ, സമാധാനമായിട്ട് കേൾക്കൂ. ലിയാഖത്തലിയെ ക്ഷണിച്ചിരുന്നു എന്നും ലിയാഖത്തലി വരുമോ എന്ന് പ്രതീക്ഷിക്കുകയാണെന്നും ലിയാഖത്തലിക്ക് ലിങ്ക് അയച്ചു കൊടുത്തിരുന്നു എന്നും ഒക്കെ അവിടെ ഇരുന്ന് ബടായി പറയുന്നില്ലേ? ഡ്രാമ, പൊറാട്ട് നാടകം ഇല്ലേ? ബടായി ഇല്ല ഇല്ല ഇല്ല. എങ്ങനെയാണ് ഒരാളെ സംവാദത്തിന് ഫിക്സ് ചെയ്യുന്നത്? ഞാൻ ഈ പരിപാടിയുടെ പോസ്റ്റർ അടിക്കുന്നതിന് മുൻപ് ബാസിലിനെ വിളിച്ചിരുന്നു. അവര് നിങ്ങളെ വെല്ലുവിളിക്കുന്ന പോലെ വിളിച്ചതല്ല. അതായത് നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പങ്കെടുക്കാന്നുള്ള എന്തറിയോ, നമുക്ക് എന്തറിയോ, ഒരു മിനിമം മാന്യത എന്നൊരു സാധനം ആർക്കായാലും ഉണ്ടാവണം. അതില്ലാത്ത മാന്യത ഞാൻ പറയട്ടെ സുഹൃത്തെ, ആ മാന്യത ഇല്ലാത്ത, ഉളുപ്പില്ലാത്ത ഒരു ഉടായിപ്പ് കാണിക്കുന്ന ഒരു ടീമിന് വേണ്ടി വേറെ ഒരാള് അതിനേക്കാളും നിലവാരം കുറഞ്ഞിറങ്ങുക എന്ന് പറയുന്ന പണിയാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ അവരുടെ ആരായാലും ഞാൻ നിങ്ങൾ അവരുടെ ആളാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവര് ചെയ്ത വൃത്തികേടിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇറങ്ങി. അല്ല, നിങ്ങളിപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവര് ചെയ്യുന്ന വൃത്തികേടിന് വെള്ളപൂശം വന്നാണ്. ഞാൻ നിങ്ങളോട് വളരെ മിനിമലായിട്ടൊരു ചോദ്യം ചോദിക്കാം. ഞാന് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് സംവാദം പിന്നെ ഇയാള് വരികയാണെങ്കിൽ, അതായത് ബാസിൽ വരികയാണെങ്കിൽ, ബാസിലാണ് വെല്ലുവിളിച്ചത് നട്ടലുണ്ടെങ്കിൽ വാന്ന്. അപ്പൊ സംവാദത്തിന് തയ്യാറാണെന്ന് വെല്ലുവിളി ഏറ്റെടുത്തു. പറയുന്നത് കേൾക്കൂ. സംവാദത്തിന് തയ്യാറാണെന്ന് വെല്ലുവിളി ഏറ്റെടുത്തു. അതിനുശേഷം ഷുക്കൂർ വരിക്കോടനെ വിളിച്ചു. ഷുക്കൂർ വരിക്കോടൻ പറഞ്ഞു ബാസിൽ വരികയാണെങ്കിൽ സംവാദം നടക്കും, ബാസിൽ തയ്യാറായാൽ നടക്കും എന്നാണ് എന്നോട് പറഞ്ഞത്. നിങ്ങൾ ബാസിലിനെ വിളിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. ഞാൻ ബാസിലിനെ വിളിച്ചു. ബാസിലിനെ വിളിച്ചപ്പം ബാസിൽ ഫോൺ കട്ട് ചെയ്ത് പോയി. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറായില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മൾ അതിനുശേഷവും പിന്നെ നട്ടലുണ്ടെങ്കിൽ വരും എന്ന് പറയുമ്പം അവര് ഡേറ്റ് പിന്നെ എന്താ പറയാ, ഒരു ടൈറ്റിൽ അവർ സജസ്റ്റ് ചെയ്തു. അതേപോലെ തന്നെ ഒരു ഫോർമാറ്റ് അവർ സജസ്റ്റ് ചെയ്തു. അവര് സജസ്റ്റ് ചെയ്ത ടൈറ്റിലില്, അവര് സജസ്റ്റ് ചെയ്ത ഫോർമാറ്റിൽ നമ്മൾ തയ്യാറാണെന്നും ബാസിൽ വരികയാണെങ്കിൽ സംവാദം നടക്കും എന്ന് ഞാൻ പോസ്റ്റർ അടിച്ചു. അതിനെന്താ പ്രശ്നം? ആ പോസ്റ്റർ അടിച്ചുകൊണ്ട് ഞാൻ ചെയ്ത വീഡിയോയിൽ ഒരു മിനിറ്റ് അത് ആ പോസ്റ്റർ അല്ല, അതൊരു വീഡിയോയുടെ തംബ്നെയിലാണ്. ഓക്കെ, ആ വീഡിയോയുടെ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് പറയട്ടെ സുഹൃത്തെ, ആ വീഡിയോയുടെ തംബ്നെയിലിൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ 5-ാം തീയതി എന്ന് മാത്രം നമ്മളൊരു സജഷൻ ഡേറ്റ് ആണ്. സംവാദത്തിന് ബാസിലോ മറ്റാരെങ്കിലുമോ തയ്യാറായി വരികയാണെങ്കിൽ അവർക്ക് സൗകര്യപ്രദമായ ഒരു ഡേറ്റോ വെന്യൂവോ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് വെന്യൂ ഫിക്സ് ചെയ്യാത്തത്. ഡേറ്റ് മാറണമെങ്കിൽ മാറാം എന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്ത ഒരു വീഡിയോയുടെ ഒരു എന്താ പറയാ, ഒരു തംബ്നെയിലാണത്, അല്ലാതെ ഒരു സംവാദ പോസ്റ്റർ അല്ല അത്. ഇനി എന്റെ ചോദ്യം ഇതാണ്. അപ്പൊ എന്നെ കുറിച്ച് നിങ്ങളുടെ ആക്ഷേപത്തിനുള്ള മറുപടിയാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി എന്നെ കുറിച്ച് അവര് വെച്ചത് സംവാദം നടക്കുന്നു എന്നാണ്. നിങ്ങൾ അവിടെ അതേപോലെ തന്നെ നമ്മളോടും നിങ്ങൾ ഇങ്ങോട്ട് മാത്രം പറയാം, അങ്ങോട്ട് പറയുന്നത് കേൾക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ള സ്വഭാവം നമ്മളോട് കൊടുക്കരുത്. അതന്നെയാണ് നിങ്ങൾ ചെയ്തത്. അതെ അതെ അതെ, നിങ്ങൾ പറയും കേക്കട്ടെ. അല്ല, ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ പറയുന്ന സംഗതികൾ ലോജിക്കലി കറക്റ്റ് ആകുന്നില്ല. ഒന്നാമത്തെ കാര്യം, അവരുടെ ചാനലിലോട്ട് നിങ്ങൾ ഈ പെർമിഷൻ നിങ്ങളുടെ കാര്യം ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ലൈവ് കയറി? നിങ്ങൾ പറയുന്നത് അവർ ചെയ്ത സംഗതി ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് അവരും ഒരു തെളിവ് തന്നിട്ടുണ്ട്. അവരുടെ ഫോട്ടോ വെച്ചിട്ട് നിങ്ങളും പോസ്റ്റർ അടിച്ചിട്ടുണ്ട്. ഇല്ല, ഞാൻ സംവാദ പോസ്റ്റർ അടിച്ചിട്ടില്ല. ബാസിലിന്റെ ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾ പോസ്റ്റർ അടിച്ചിട്ടുണ്ട്. ഇല്ല, നിങ്ങൾ 12 ഡേയ്സ് ഇട്ട വീഡിയോയില് സംവാദം ഉടൻ എന്ന് അതൊരു വീഡിയോയുടെ തംബ്നെയിലാണ്. ആ വീഡിയോയുടെ തംബ്നെയിലിൽ ഒരു മിനിറ്റ് വീഡിയോയുടെ തംബ്നെയിലിൽ ബാസിൽ വരികയാണെങ്കിൽ സംവാദം ഒരു ഓപ്ഷനാണ്. അതെ, അല്ലാതെ സംവാദത്തിന്റെ പോസ്റ്റർ ആ ബാസിൽ വരികയാണെങ്കിൽ സംവാദം എന്നുള്ളത് പരസ്യത്തിലൊക്കെ എക്സ് മാർക്ക് കൊടുക്കുന്ന പോലെ അടിയിൽ എവിടെയെങ്കിലും നിങ്ങൾ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അല്ലല്ലോ, ഞാനത് വളരെ ഇല്ലല്ല നിങ്ങൾ അല്ലല്ല അങ്ങനെയല്ലല്ലോ. നിങ്ങൾ നുണ പറഞ്ഞാൽ നിങ്ങൾ നുണ പറയുന്നതല്ലേ ആവുള്ളൂ. നിങ്ങൾ ആ പോസ്റ്റർ നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ ആ പോസ്റ്റർ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഉണ്ടോ? ഏത് നിങ്ങളുടെ പോസ്റ്ററോ? എന്നാ എടുക്ക്. അതിൽ സംവാദം എന്നെഴുതിയ അതേ ഫോണ്ടിന്റെ വലിപ്പത്തിൽ തന്നെയാണ് ബാസിൽ വരികയാണെങ്കിൽ സംവാദം എന്ന് എഴുതിയിട്ടുള്ളത്. അല്ലാതെ അത് സ്റ്റാർ ഇട്ടിട്ട് താഴത്തല്ല എഴുതിയിട്ടുള്ളത്. പിന്നെന്താണ്? ആദ്യത്തെ വരി ബാസിൽ വരികയാണെങ്കിൽ എന്നാണ്. സംവാദം ഉടൻ എന്നുള്ളത് വലിയ ഹെഡിങ് ആയിട്ടാണ് കൊടുത്തത്. ചെറുതായിട്ടാണ് കൊടുത്തത്. ഇനി ഉടായിപ്പ് ഇറക്കാതെ സംവാദത്തിന് വരിക. ആ പോസ്റ്ററിനെ കുറിച്ചല്ല നിങ്ങൾ പറയുന്നത്.
അത് ബാസിൽ വെല്ലുവിളി സ്വീകരിച്ച സമയത്ത്, അല്ല വെല്ലുവിളിച്ചപ്പം വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഞാൻ എഴുതിയതാണ്. അതിലെവിടെ സംവാദത്തിന്റെ ഡേറ്റും ടൈമും ഒക്കെ? അല്ല, അതിൽ ഡേറ്റ് ഇല്ല. ഇല്ല. ഇപ്പൊ നിങ്ങൾ വായിച്ച പോസ്റ്റർ, നിങ്ങൾ ഇപ്പൊ വായിച്ചതിനകത്തില്ല. നിങ്ങൾ ഉരുളല്ലേ കിടന്നിട്ട്. നിങ്ങൾ ഇപ്പൊ വായിച്ചത് ബാസിൽ. നിങ്ങൾ വിട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു മിനിറ്റ്, നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. എന്റെ വീഡിയോ തംബ്നെയിലുകളിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റ് ഉണ്ടാവും. ഓക്കെ ഓക്കെ. ഇനി കേട്ടോ, ഡേറ്റ് ഉണ്ടല്ലോ. വെയിറ്റ് ചെയ്യ് സുഹൃത്തെ, നിങ്ങൾ വെറുതെ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അതായത് ബാസിലാണ് സംവാദത്തിന് വെല്ലുവിളിക്കുന്നത്. എങ്ങനെ വെല്ലുവിളിക്കുന്നത്? നട്ടലുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിക്കുന്നത്. നട്ടലുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിക്കുമ്പോ സ്വാഭാവികമായിട്ട് നട്ടലുണ്ട്. അപ്പൊ ഒരു മിനിറ്റടോ ഇത് പറയട്ടെ. നിങ്ങൾ എങ്ങനെ ബഹളം ഉണ്ടാക്കില്ലേ? ഓക്കെ, നിങ്ങൾ പോലെ കൂലിക്ക് വന്ന പോലെയാണല്ലോ വർത്താനം പറയണേ. ഞാൻ പറയട്ടെ, അതല്ലെങ്കിൽ നിങ്ങൾ അത് കാണിക്കൂ. അത് നിങ്ങൾ പറയണം, നിങ്ങൾ കാണിക്കൂ. ഓക്കെ. അപ്പൊ അത് വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തു. ബാസിൽ സംവാദത്തിന് വെല്ലുവിളിച്ചു. സംവാദം ഉടൻ നടക്കും, കാരണം ഞാൻ തയ്യാറാണ്. അതിനകത്ത് എഴുതിയിട്ടുണ്ട് വിഷയം ബാസിൽ പറഞ്ഞത്. ഓക്കെ, അതിനകത്ത് ഡേറ്റോ ടൈമോ ഇല്ല. നിങ്ങളിപ്പോ പറഞ്ഞ സംവാദം ഉടൻ, ഒരു മിനിറ്റ്, സംവാദം ഉടൻ എന്നെഴുതിയ പോസ്റ്റിനകത്ത് ഡേറ്റോ ടൈമോ ഇല്ല. സംവാദത്തിന് ഡേറ്റോ തീയതി ഒന്നും ഇല്ല. നിങ്ങൾ നോക്കിക്കോ, അത് കൺഫേം ആക്കിയിട്ട് അടുത്ത സ്റ്റെപ്പിൽ പറയാം. ഓക്കെ. അല്ല, അത് അതിനെപ്പറ്റി ചോദിക്കുമ്പോ, അല്ല അതിനെപ്പറ്റി ചോദിക്കല്ല, നമ്മൾ ഓരോ കാര്യത്തിലും വ്യക്തത വരുത്തി പോണം. നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് നട്ടലുണ്ട് എന്ന് പറഞ്ഞു. ആ നട്ടല് ആ ചർച്ചയിലൂടെ നമ്മൾ കണ്ടില്ല. ഒന്നാമത്തെ അവിടുന്ന് ഇറങ്ങിപ്പോയി. രണ്ടാമത്തെ അതിലേക്കൊക്കെ നമ്മൾ വരും. അതിലേക്കൊക്കെ നിങ്ങൾ അങ്ങനെ ഓടിപ്പോല്ലേ? നിങ്ങൾ പറഞ്ഞ ഒരു പോസ്റ്റർ എങ്ങോട്ടാണ് ഈ ഓടുന്നത്? നിങ്ങൾ എന്തിനു ബേജാറാവണേ? ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇപ്പൊ കറക്റ്റ് ചെയ്ത് തരാം. നിങ്ങൾ വെയിറ്റ് ചെയ്യ സുഹൃത്തെ. നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഒരു സംശയം ബാക്കി വെക്കരുത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഇപ്പൊ വായിച്ച പോസ്റ്റർ സംവാദം ഉടൻ എന്നത് സംവാദ പോസ്റ്റർ അല്ല. ബാസിലിന്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ചെയ്ത വീഡിയോയുടെ തംബ്നെയിലാണ്. അത് ഒരു സംവാദ പോസ്റ്റർ അല്ല. പിന്നെ സംവാദം ബാസിൽ തയ്യാറാവുകയാണെങ്കിൽ, ബാസിൽ വരികയാണെങ്കിൽ സംവാദം, ബാസിൽ വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ബാസിൽ മുങ്ങിയാൽ പേടിച്ചോടിയാൽ അവിടെ തെരുവ് വിചാരണ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും സംവാദത്തിന്റെ പോസ്റ്റർ ആണെന്ന് പറയാൻ കഴിയില്ല, കാരണം അത് രണ്ടും വീഡിയോ തംബ്നെയിലാണ്. വീഡിയോ തംബ്നെയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വീഡിയോ തംബ്നെയില് രണ്ട് ഓപ്ഷനാണ് സുഹൃത്തെ അവിടെ. അല്ല, അപ്പൊ ഇവരടിച്ച പോസ്റ്ററോ? ഇവരടിച്ച പോസ്റ്റർ പറഞ്ഞുതരാം. ഇവരടിച്ച പോസ്റ്റർ സംവാദം നടക്കുന്നു, ആരിഫ് വരും, ലിയാഖത്ത് വരാമെന്ന് ഏറ്റിട്ടുണ്ട്, ശിഹാബുദ്ദീൻ മേത്തർ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 3 പേരും തയ്യാറായ സംവാദം. നിങ്ങൾ വെല്ലുവിളി ഏറ്റെടുത്തു എന്നുള്ളത് നിങ്ങൾ പറഞ്ഞില്ല. അപ്പൊ പിന്നെ നിങ്ങളെ ഫോട്ടോ വെച്ചിട്ട് സംവാദത്തിന്റെ പോസ്റ്റർ അടിക്കുന്നതിന് നല്ല ചോദ്യമാണ്. നല്ല ശ്രദ്ധിച്ചു കേട്ടോട്ടോ, നല്ല ചോദ്യമാണ്. ഒരു മിനിറ്റ്, പൈസ പോയി. ഒരു മിനിറ്റ് കേട്ടോ. പിന്നെ സംവാദത്തിന് നമ്മൾ വെല്ലുവിളി ഏറ്റെടുത്തു, അപ്പോൾ പോസ്റ്റർ അടിച്ചു എന്നല്ല നിങ്ങളെ വാദം. നല്ല അടിപൊളി വാദം. അപ്പം നമ്മളിപ്പോ ഒരാളെ സംവാദത്തിന് വെല്ലുവിളിച്ചു, അപ്പം നമ്മള് പിന്നെ സംവാദ വെല്ലുവിളി ഏറ്റെടുത്തു എന്ന് വന്നാൽ അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പ് എന്താ? സംവാദം ഫിക്സ് ചെയ്യന്നെ. അതെ, ആരാ ഫിക്സ് ചെയ്യാ? സംവാദം നടത്തുന്നവര്. സംവാദം നടത്തുന്നവര് പറഞ്ഞ ആരാ? സംവാദം നടത്തുന്ന അൺമാസ്കിംഗ് അനോമലീസ് അല്ലേ? അപ്പം അല്ലല്ല, നിങ്ങൾ ഉരുളല്ലേ. നിങ്ങൾ ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞിട്ട് പോയാൽ മതി. നിങ്ങള് അൺമാസ്കിംഗ് അനോമലീസിന് വേണ്ടി കൂലിക്ക് വിളിച്ചതല്ലെങ്കിൽ മാന്യമായിട്ട് നിങ്ങൾ സത്യസന്ധമായി നിലപാട് പറഞ്ഞിട്ട് പോകണം. ഉരുളരുത്. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരു ടീം സംവാദത്തിന് വെല്ലുവിളിക്കില്ല, ബഹളം ഉണ്ടാക്കല്ലേ. ഒരു ടീം സംവാദത്തിന് വെല്ലുവിളിക്കുന്നു, മറു ടീം സംവാദത്തിന് സന്നദ്ധത അറിയിച്ചു, ഏറ്റെടുക്കുന്നു. എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്? നെക്സ്റ്റ് സ്റ്റെപ്പ് സംവാദം നടത്തുക, അല്ല നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ല. പിന്നെ നമ്മൾ ഡേറ്റ് ആണ് തീരുമാനിക്കലാണ് അല്ലേ? സംവാദം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണോ സംവാദം നടത്തുക? അല്ല, അങ്ങനെയാണോ സംവാദം നടത്തുക എന്നാണ് നിങ്ങളെ അറിവ്? അതായത് നിങ്ങൾ ഞാനും തമ്മിൽ ഒരു സംവാദത്തിന് ഒരു മിനിറ്റ്, ഞാൻ നിങ്ങളെ സംവാദത്തിന് വെല്ലുവിളിച്ചു, നിങ്ങൾ സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെയ്യേണ്ടത് ഒരു ഡേറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാ, ഇത്ര മണിക്ക് ഇന്ന സമയത്ത് ഇന്ന ആള് വരും എന്ന് പറഞ്ഞിട്ട് വെക്കുക.
ഡേറ്റിന് പ്രശ്നം ഉണ്ടെങ്കിൽ എതിർകക്ഷി അറിയിക്കേണ്ടത് എതിർകക്ഷിയുടെ ഡേറ്റ് അങ്ങോട്ട് പ്രഖ്യാപിച്ചിട്ട് അതിന് പ്രശ്നം ഉണ്ടെങ്കിൽ എതിർകക്ഷി അറിയിക്കണം. അതാണ് മെത്തേഡ്. അല്ല അത് അതിനെ പറ്റിയാണ്. അല്ല അതിയാണ് ഉരുളണ്ട. നിനക്ക് സത്യസന്ധത ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന് എന്താ അറിയോ, നമ്മൾ എന്ത് ആശയത്തിൽ നിൽക്കുകയാണെങ്കിലും സ്വന്തത്തിനോട് ഒരു ആത്മാഭിമാനം ഉണ്ടാവണം. സത്യം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, അവനവനോട് ഒരു മതിപ്പുണ്ടാവണം. ഞാൻ നുണ പറയും എന്നൊരാൾ നിശ്ചയിച്ച് പറയുന്ന പോലെ ഞങ്ങൾ പറയുന്നത്. നമ്മൾ നാട്ടിൽ എമ്പാട് സംവാദം കണ്ടിട്ടുണ്ട്. വെയിറ്റ് ചെയ്യേ, സുന്നി മുജാഹിദ് സംവാദങ്ങൾ കണ്ടിട്ടുണ്ട്, മുജാഹിദുകൾ പരസ്പരമുള്ള സംവാദങ്ങൾ കണ്ടിട്ടുണ്ട്, ആശയപരമായ പല സംവാദങ്ങളും നടക്കും. രണ്ട് വ്യക്തികൾ, രണ്ട് ആശയക്കാർ തമ്മിൽ വെല്ലുവിളി ഏറ്റെടുക്കലുണ്ടായാൽ ആരൊക്കെയാണ് സംവദിക്കുന്നതെന്ന് തീരുമാനിക്കും. ഈ രണ്ട് സംവാദകർക്കും സൗകര്യപ്രദമായ സ്ഥലവും സമയവും തീരുമാനിക്കും. അത് ചർച്ചകളിലൂടെ ഉണ്ടാവും. അല്ലാതെ എന്നിട്ട് രണ്ടു പേർക്കും സ്വീകാര്യനായിട്ടുള്ള ഒരു മോഡറേറ്റർ വരും, അല്ലെങ്കിൽ രണ്ടു പക്ഷത്തിനും ഓരോ മോഡറേറ്റർ നിശ്ചയിക്കും. എന്നിട്ട് രണ്ടു പേർക്കും ഒരു സംവാദത്തിന്റെ പ്ലാറ്റ്ഫോമിൽ തുല്യമായ ആക്സസ് ഉണ്ടാവും. ഈ രീതിയിൽ ഒരു സംവാദം ഈ രീതിയിലാണ് സംവാദം ഷെഡ്യൂൾ ചെയ്യുക. അല്ലേ? അല്ല ആണോ അല്ലേ? അത് ഇവർ ചെയ്തിട്ടുണ്ടോ ഇല്ലേ? അത് ഇവർ ചെയ്തിട്ടുണ്ടോ ഇല്ലേ? അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞോ. അത് ഇവർ ചെയ്തിട്ടുണ്ടോ ഇല്ലേ? ഇതാണ് ചോദ്യം. അതിന് മറുപടി പറഞ്ഞു നിങ്ങൾ വിശദീകരിക്കും. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആദ്യം അതുകൊണ്ട് ഒരു മിനിറ്റ് അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ആദ്യം പോയിട്ട് അത് അന്വേഷിച്ച് അതിന്റെ വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ട് വരൂ. ബാക്കി നമുക്ക് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇനി എന്തുകൊണ്ട് ഞാൻ അന്ന് അവിടെ കേറിയിട്ട് ഇറങ്ങി എന്നുകൊണ്ട് ഞാൻ ഇതൊക്കെ എനിക്ക് ഇത് കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാവട്ടോ, അത് മനസ്സിലായിക്കോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി ഞാൻ പറഞ്ഞുതരാം, നീ സമാധാനപ്പെടും. അത് ഇടും, തീർച്ചയായിട്ടും ഇടും, എല്ലാം തീർച്ചയായിട്ടും ഇടും. എനിക്ക് അതിന് യാതൊരുവിധ പ്രശ്നമില്ല. അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. പ്രതിനിധി എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അതൊക്കെ അവരുടെ രീതിയാണ്. തീരെ തയ്യാറാവുന്നില്ല. അത് അവിടെ പോയിട്ടും അങ്ങനെ തന്നെ ആയിരുന്നു. ഇവിടെ അത് മനസ്സിലായി. മൈക്ക് മ്യൂട്ട് ചെയ്ത് വെച്ച് തെറി വിളിക്കാൻ ആളെ ഇറക്കുന്നതാണല്ലോ സംവാദത്തിന്റെ മര്യാദ. മൈക്ക് മ്യൂട്ട് ചെയ്തൊന്നും എന്റെ വിഷയമല്ലല്ലോ. അവര് മൈക്ക് മ്യൂട്ട് ചെയ്തതോ പിന്നെ ഞാൻ ഇറങ്ങി പോകുന്നതാണോ നിങ്ങളെ പ്രശ്നം? അല്ല, നിങ്ങൾ ഇറങ്ങി പോകുന്ന പറയുമ്പോ നിങ്ങളോട് സംസാരിക്കുമ്പോ അത് പറയും. ഇപ്പൊ ഞാൻ അവരായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിലല്ലേ അവര് പറഞ്ഞ പ്രശ്നങ്ങളെ പറ്റി ചർച്ച ചെയ്യുക. നിങ്ങൾ അവരുടെ വക്കാലത്ത്, നിങ്ങൾ അവരുടെ വക്താവായിട്ടാണ് സംസാരിക്കണേ. അല്ല, കാരണം ഒരു മിനിറ്റ്, അതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് കൂടി പറഞ്ഞുതരാം. എന്തുകൊണ്ട് നിങ്ങൾ അൺമാസ്കിംഗ് അനോമലീസിന് വേണ്ടിയാണ് സംസാരിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ സംവാദത്തിൽ പൊതുവിൽ മാനിക്കപ്പെടേണ്ടുന്ന ഒരു മര്യാദയും സംവാദം എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്യേണ്ടതെന്നും നിങ്ങൾ ഇവിടെ സമ്മതിച്ചൊരു രീതി, ആ രീതി അവർ പാലിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണത് അത് എനിക്കറിയില്ല എന്നാണ്. അതറിയാത്ത ഒരാള് പറയട്ടെ സുഹൃത്തെ, അതറിയാത്ത ഒരാൾ ഇവിടെ വന്ന് ഈ തരത്തിൽ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, നിങ്ങൾ ഈ പറയട്ടെ സുഹൃത്തെ പറയുമ്പോൾ നമ്മളെ പറയാൻ അയക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞ സുന്നി മുജാഹിദ് സംവാദത്തിന്റെ വിഷയമാണ്. ഈ സുന്നി മുജാഹിദ് സംവാദത്തിലെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോളൂ. ഇപ്പൊ സുന്നി മുജാഹിദ് സംവാദത്തിൽ എന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടും അംഗീകരിക്കുന്ന പൊതുവായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഖുർആനോ ഹദീസോ വന്നു കഴിഞ്ഞാൽ, ഖുർആനിലോ ഹദീസിലോ തെളിവ് കണ്ടാൽ രണ്ടു കൂട്ടരും എന്ത് ചെയ്യും? അത് അംഗീകരിക്കും. അതല്ലെങ്കിൽ പിന്നെ തോന്നിയ പോലെ സമയം ഡേറ്റ് ഒക്കെ തീരുമാനിച്ച് ഫോട്ടോ വെക്കലാണ്. പറയട്ടെ സുഹൃത്തെ, വെറുതെ പറയാതെ നിങ്ങളൊരു പോയിന്റിൽ കാര്യം പറയൂ. അതാ ഒരു പോയിന്റ് കാര്യം പറയാന്ന് പറയുമ്പോ ഒരു വിശദീകരിച്ചല്ലാതെ പിന്നെ ചുരുക്കി പറഞ്ഞിട്ട് എന്താ പിന്നെ ഇത്ര വിശദീകരിക്കാനുള്ളത്? വൃത്തികേട് കാണിച്ചിട്ട് അത് ചോദ്യം ചെയ്യാൻ വന്നവർക്കാണ് ഇപ്പൊ കുറ്റം. അപ്പൊ ഇവര് രണ്ട് കൂട്ടരും ഒരു പൊതുവായിട്ടുള്ള മാനദണ്ഡത്തിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങളോട് ആദ്യം തന്നെ നിങ്ങൾ ഇസ്ലാമിനെ എതിർക്കുക എന്നുള്ള രീതിക്ക് നിങ്ങൾ സംവാദം നടത്തുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആശയം നിങ്ങൾ ചോദ്യം ചെയ്യാനുള്ള ഒരു ഇതില്ല. സുഹൃത്തെ, ഞാൻ വെല്ലുവിളി ഏറ്റെടുത്തത് അബ്ബാസിൽ മുന്നോട്ട് വെച്ച 3 ഓപ്ഷനിൽ ഒന്നാമത്തെ ഓപ്ഷനാണ്. എപ്പോഴും ഒന്നാമത്തെ ഓപ്ഷൻ ആണല്ലോ പ്രധാനപ്പെട്ട ഓപ്ഷൻ. ഡിബേറ്റിന് പങ്കെടുക്കാനാണ് ചോദിച്ചത്. അതാ ഞാൻ പറഞ്ഞേ. വെല്ലുവിളി ഏറ്റെടുക്കുമ്പോ ഒരു മിനിറ്റ് വെല്ലുവിളി ഏറ്റെടുക്കുന്ന സമയത്ത് ആ വെല്ലുവിളിയിൽ പിന്നെ എങ്ങനെയാണ് സംവാദം നടക്കുക എന്ന കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താൻ അവർ തയ്യാറായിട്ടില്ല. അൺമാസ്കിംഗ് അനോമലീസിന്റെ പ്രതിനിധി എന്ന രീതിയിൽ എന്നെ ഒരാള് പോലും ബന്ധപ്പെട്ടിട്ടില്ല. എനിക്ക് ആകെ എന്റെ അവര് കാണിച്ച സ്ക്രീൻഷോട്ട് ആ വീഡിയോയിൽ ഉണ്ടാവും, ഒന്ന് പോയി നോക്ക്. അതായത് ഒരു മിനിറ്റോ
ആ വീഡിയോയിൽ അവർ ആ സ്ക്രീൻഷോട്ട് എനിക്ക് ലിങ്ക് അയച്ചു തന്നു എന്ന് പറയുന്നുണ്ട്. അവിടെ അതിന്റെ സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട്. എന്താ കേൾക്കുന്നില്ലേ? ഹലോ ഹലോ കമ്പിളിപ്പപ്പാണോ? ഹലോ 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 ആ ഓക്കെ അല്ലേ? ആ ഓക്കെയാണ് ഓക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ പറയപ്പെടുന്ന രീതിയിൽ എന്നെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യോ, എന്നോട് ഓൺലൈൻ സംവാദത്തിന് ഇല്ല എന്ന് സംവാദം ഏറ്റെടുക്കുമ്പോ തന്നെ ഞാൻ പറഞ്ഞു, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ സുഹൃത്തെ. അവരുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഇടയിൽ കൂടി ഞാൻ ചോദിക്കാം. അപ്പൊ ഞാൻ അതാണ് ഈ പറയുന്നതേ. അവരയച്ച ലിങ്ക് അത് പറഞ്ഞുതരാം, വെയിറ്റ് ചെയ്യേ. അപ്പൊ അവരെന്നെ അവരുടെ വെല്ലുവിളി ഏറ്റെടുക്കുമ്പോ തന്നെ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത്തരം ഒരു വിഷയം ഓൺലൈനിൽ അൺമാസ്കിംഗ് അനോമലീസ് എന്ന് പറയുന്ന ഒരു ടീമുമായി നടത്താൻ കഴിയില്ല. അതിന്റെ കാരണം അവരുടെ മുൻകാല ചെയ്തികളാണ്. അവർ സംവാദത്തിൽ അത് ഞാൻ വിശദമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ പറഞ്ഞു തരാമെന്ന്. എതിർ സംവാദകന് യാതൊരു സ്പേസും കൊടുക്കാത്ത, എതിർ സംവാദകനെ ഒരു തരം എന്താ പറയാ ഒരു കോർണറിൽ പൂട്ടിയിട്ട് എതിർ സംവാദകന് പ്രസന്റേഷൻ പോലും സ്ലൈഡുകൾ പോലും പ്രദർശിപ്പിക്കാൻ അനുവാദമില്ലാത്ത തരം ഒരു തരം വൃത്തികെട്ട രീതിയിലാണ് ഇവരുടെ രീതി. അനാവശ്യമായിട്ട് മ്യൂട്ട് ചെയ്യും, ഏകപക്ഷീയമായിട്ടുള്ള മോഡറേറ്റർ ആയിരിക്കും. അപ്പൊ ഇതൊക്കെ കൊണ്ട് ഇവരുമായിട്ട് ഓൺലൈൻ ഡിബേറ്റ് സാധ്യമല്ല എന്ന് എന്റെ മുൻകാല അനുഭവങ്ങളും മറ്റു പലരുടെയും അനുഭവങ്ങളിൽ നിന്നും എനിക്ക് ബോധ്യപ്പെട്ടുള്ളത് കൊണ്ട് അത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. ഒരു ഓഫ്ലൈൻ ഡിബേറ്റ് ആണെങ്കിൽ ഏത് സമയത്തും തയ്യാറാണ്. ഇങ്ങനെയാണ് ഞാൻ ആ സംവാദ വെല്ലുവിളി ഏറ്റെടുക്കുന്നത്. ഹലോ കേൾക്കുന്നില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു. അപ്പൊ ആദ്യം നീ പറഞ്ഞ ഒന്നുകൂടി പറയാം. അതായത് എന്നെ ഈ തരത്തിലൊരു സംവാദത്തിന് വിളിച്ചിട്ടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് അവരുടെ വെല്ലുവിളി ഏറ്റെടുത്ത സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് അവരുടെ മുൻകാല ചെയ്തികളുടെ പശ്ചാത്തലത്തിലും അവരുടെ ഉടായ്പ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടും ഇതൊരു ഓൺലൈൻ സംവാദം ആയിട്ട് നടത്താൻ കഴിയില്ലെന്നും ഇവരുമായിട്ട് ഓഫ്ലൈൻ സംവാദമാണ് സാധ്യമാകുന്നത് എന്നും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ ഒരു ഓഫ്ലൈൻ സംവാദത്തിനാണ് ഞാൻ വെല്ലുവിളി ഏറ്റെടുത്തത്. അത് ഞാൻ പരസ്യമായിട്ട് പറയുകയും ഇവരുടെ രണ്ടുപേരെയും, അതായത് ബാസിലിനെയും അതേപോലെ തന്നെ നമ്മുടെ ഷുക്കൂർ വരിക്കോടനെയും, പിന്നെ ഇത്തരം സംവാദങ്ങളിലൊക്കെ ഇടയിൽ കയറി വരുന്ന ആളാണ് നിസാർ വിരിപ്പാക്കൽ, അയാളെയും വിളിച്ച് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഫോൺ ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേർക്ക് നേർ. ഓക്കെ, ഇതാണ് എന്റെ സംവാദ വെല്ലുവിളി ഏറ്റെടുത്ത രൂപം. അതിനുശേഷം ഓൺലൈൻ സംവാദത്തിന് ഇവര് പിന്നെ ഒരു ഡേറ്റ് തീരുമാനിക്കുകയും എന്റെ പടം വെച്ചുകൊണ്ട് ലിയാക്കത്ത് സംവാദത്തിന് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്ന് പരസ്യമായിട്ട് പറയുകയും ഇവരെ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് നുണ പറയുകയും എന്നെ അറിയിച്ചിട്ട് തീരുമാനിച്ച് ചർച്ച ചെയ്ത് സംവാദത്തിലേക്ക് കടക്കുന്നു എന്ന് നുണ പറഞ്ഞുകൊണ്ടാണ് മോഡറേറ്റർ ആമുഖം പറയുന്നത്. അത്തരം ഒരു പരിപാടിയിൽ നിരന്തരം ആ പറഞ്ഞത് മുഴുവൻ കളവാണ് എന്നതുകൊണ്ട് ആ പറയുന്ന കളവുകൾ ചോദ്യം ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് അവിടെ കയറുന്നത്. അപ്പൊ നിങ്ങൾക്ക് അല്ല ഓക്കെ പറഞ്ഞില്ലേ? കഴിഞ്ഞിട്ടില്ല. നീ ചോദിച്ചൊരു ചോദ്യം ഉണ്ട്, നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തന്നത് തോന്നേ. ആ ഒരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്. അതല്ലേ പ്രധാനപ്പെട്ട ചോദ്യം. എന്റെ അടുത്തുള്ള വലിയ ചോദ്യം അതല്ലേ. ഓക്കെ. എന്റെ പേഴ്സണൽ നമ്പർ, എന്റെ വ്യക്തിപരമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന നമ്പറും ഇപ്പൊ നീ എന്നെ വിളിക്കുന്ന നമ്പറും രണ്ടാണ്. ഈ നമ്പർ പബ്ലിക് ആണ്. ഈ നമ്പർ പബ്ലിക് ആണെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോകളിൽ പ്രദർശിപ്പിക്കുന്ന നമ്പറാണ്. എന്റെ ഓരോ യൂട്യൂബ് വീഡിയോയുടെ താഴെ കൊടുക്കുന്ന പബ്ലിക് നമ്പറാണ്. ഈ നമ്പറില് വാട്സപ്പുകൾ ഞാൻ കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ല. എപ്പോഴും എല്ലാ സമയത്തും നമ്മൾ നോർമലായിട്ട് ചെയ്യാറില്ല. സമയം പോലെ ഒഴിഞ്ഞിരുന്ന് നോക്കുന്ന ഒരു സാധനമാണിത്. ഇനി എന്റെ പേഴ്സണൽ നമ്പർ ഉണ്ട്. വ്യക്തിപരമായി എനിക്ക് വിളിക്കാനും ബന്ധപ്പെടാനും അത്യാവശ്യ കാര്യങ്ങളിൽ എന്നെ നേരിട്ട് പെട്ടെന്ന് കിട്ടാനുള്ള പേഴ്സണൽ നമ്പർ ഉണ്ട്. എന്റെ പേഴ്സണൽ നമ്പർ ഈ പറഞ്ഞ ഷുക്കൂർ വരിക്കോടന്റെ കയ്യിലും നിസാർ വിരിപ്പാക്കലിന്റെ കയ്യിലും അബ്ദുള്ള ബാസിലിന്റെ കയ്യിലുമുണ്ട്. ഞാൻ അവരെ ബന്ധപ്പെടുന്നതെല്ലാം എന്റെ പേഴ്സണൽ നമ്പറിൽ നിന്നാണ്. ഒരു മിനിറ്റ് സുഹൃത്തെ, ഒരു മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ പറയുന്നത് ഒരു ലിങ്ക് എനിക്ക് അയച്ചു തന്നിരുന്നു എന്നാണ്. നിങ്ങൾ ആ വീഡിയോയിൽ അവിടെ അന്ന് നടന്ന ആ സംവാദ നാടകത്തിൽ അവർ പ്രദർശിപ്പിക്കുന്നുണ്ട് ആ സ്ക്രീൻഷോട്ട്, എനിക്ക് ലിങ്ക് അയച്ചു തന്ന സ്ക്രീൻഷോട്ട്. ഓക്കെ, അതിൽ നിങ്ങൾ പോയിട്ട് അതിന്റെ ഡേറ്റും ടൈമും നോക്കുക. നിങ്ങൾ സാമാന്യ യുക്തി പ്രയോഗിക്കുക. ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട്, അതായത് സംവാദം തുടങ്ങി ഞാൻ ജോയിൻ ചെയ്യുന്ന അതിനു മുൻപ് ഒരു 7:12 ആ സാധനം ലിങ്ക് എനിക്ക് അയച്ചു എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് പിന്നെ ഞാൻ പിന്നീട് ഇവർ പറഞ്ഞതിന് ശേഷം പരിശോധിക്കുമ്പോൾ പേരും ഊരും ഒന്നും ഇല്ലാത്ത ഒരാള് ഈ അൺമാസ്കിംഗ് അനോമലീസിന്റെ
സംവാദം നടക്കുന്ന പിന്നെ ആ ഒരു പ്രഖ്യാപനത്തിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട് എന്നൊരു ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട്. അതിൽ ഇൻട്രൊഡക്ഷൻ ഇല്ല, ഞാൻ ഇന്ന ആളാണ്, ഇന്ന ആവശ്യത്തിന് വേണ്ടി മെസ്സേജ് അയക്കുന്നതാണ്, ഇതൊന്നുമില്ല. സാധാരണഗതിയിൽ നമ്മൾക്ക് ആരെങ്കിലും ഒരു ലിങ്കോ കാര്യങ്ങളോ ഒക്കെ അയച്ചു തന്നാൽ എന്താ സംഭവം നോക്കും, അതിന് നമ്മൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ലിങ്ക് ഉണ്ടെങ്കിൽ അങ്ങോട്ട് അയച്ചു കൊടുക്കും. ഇതല്ല സംവാദക്ഷണം. എനിക്കൊരു വോയിസ് മെസ്സേജോ ഒരു ടെക്സ്റ്റ് മെസ്സേജിൽ ഞാൻ ഇന്ന ആളാണ്, ഇന്ന ആള് ചുമതലപ്പെടുത്തിയ ഇന്ന ആവശ്യത്തിന് കോണ്ടാക്ട് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇല്ല. രണ്ടാമത് ഇനി ഒരു ലിങ്ക് അയച്ചെന്നാൽ പോലും അങ്ങനെയല്ല ഒരു സംവാദത്തിന് ആളെ ക്ഷണിക്കേണ്ടത്. ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നുണ്ട്, നിങ്ങൾ വരണം എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, അദ്ദേഹം വരുമോ ഇല്ലയോ എന്ന് അറിയില്ല എന്നാണ് പറയേണ്ടത്. അല്ലാതെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് അല്ലല്ല. നിങ്ങൾ മോഡറേറ്ററുടെ ഉദ്ഘാടന വാക്കുകൾ കേൾക്കൂ. നിരന്തരമായ ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് നമ്മൾ ഇങ്ങനെ ഒരു സംവാദത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. 3 പേരും സംവാദത്തിന് തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് എന്ന നുണ പറഞ്ഞതുകൊണ്ടാണ് അങ്ങോട്ട് വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ ചെവി നല്ലോണം ക്ലീൻ ചെയ്ത് അവിടുന്ന് ഇവിടുന്നല്ലേ കേൾക്കേണ്ടത്, തുടക്കം മുതൽ ഇതിന്റെ വസ്തുത അറിയണം. ഒരു മിനിറ്റ്, അത് ഇനി പൊളിച്ചെടുക്കും. 5-ാം തീയതി ഇവർക്കല്ലേ നട്ടലില്ലാത്തുള്ളൂ. അതായത് UA ടീമിൽ ബാസിലാണ് ഗഡ്സ് ഇല്ലാത്തുള്ളൂ. 5-ാം തീയതി നമ്മൾ തീരുമാനിച്ച ഡേറ്റിൽ സംവാദത്തിന് അതേ സലഫി ആശയധാരയിൽ നിന്നുള്ള ഒരാൾ തയ്യാറായി വന്നിട്ടുണ്ട്. അതിന്റെ പോസ്റ്റർ നാളെ പുറത്തിറങ്ങും. സംവാദം 5-ാം തീയതി കോഴിക്കോട് നടക്കും. അതുകൊണ്ട് അതിനെ കുറിച്ചൊന്നും ആശങ്ക വേണ്ട. ഈ ജനുവരി 5-ാം തീയതി, ഇനി വരുന്ന ജനുവരി 5-നാണ്. അന്ന് തന്നെയാണ് നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന ഡേറ്റ്. അന്ന് അതേ സലഫി ആശയധാരയിൽ ഇവരുടെയൊക്കെ സഹപ്രവർത്തകനായിട്ട് തന്നെയുള്ള ഒരാൾ സംവാദത്തിന് തയ്യാറായിട്ടുണ്ട്. ബാസിലിന് ധൈര്യമില്ല, ബാസിൽ വരുന്നില്ല, അത്രേ ഉള്ളൂ. അതല്ലാതെ അതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാല് ഇവരുടെ വ്യൂ, അതായത് ഇത്രയും ആൾക്കാർ ഇവരെ പറ്റി പറഞ്ഞുകൊണ്ട് എന്നെ സംബന്ധിച്ച് അവരുടെ വ്യൂവേഴ്സ് നിങ്ങൾ പറഞ്ഞില്ല, ഞാൻ കുറച്ച് പറയട്ടെ സുഹൃത്തെ. ഇത്രയും കാര്യം ഒരു കാണിച്ചത് തമ്മാടിത്തരാണ് നിങ്ങൾക്ക് സമ്മതിച്ചല്ലോ അല്ലെ? അല്ല, നിങ്ങളുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വിഷയമല്ല. ഇനിയിപ്പോ അവര് തമ്മാടിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് ഓലായിട്ട് കോൺടാക്ട് ഇല്ല. എനിക്ക് നിങ്ങളായിട്ട് മാത്രമേ കോൺടാക്ട് ഉള്ളൂ. എനിക്ക് നിങ്ങളായിട്ട് മാത്രമേ കോൺടാക്ട് ഉള്ളൂ. ഞാൻ നിങ്ങളുമായിട്ടാണ് പറയുന്നത്. ഞാൻ നിങ്ങളുടെ ചാനലിന്റെ വ്യൂവറാണ്. ആ ഒരു നിലക്കാണ് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ പറയുന്നത് ഇവര് വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്, വിശ്വാസികളെ തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ആശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടല്ലോ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അത് പൊളിച്ചടക്കാനും തുറന്നു കാണിക്കാനും നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമല്ലേ? നിങ്ങളിപ്പോ നമ്മൾ കോളിൽ ചെയ്യുമ്പോൾ ഈ രീതിക്ക് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയി നിങ്ങൾക്ക് സംസാരിച്ചൂടെ? അതാണ് അത് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ആ ലോജിക്ക് നിങ്ങൾക്ക് എത്ര ആയിട്ട് കത്തുന്നില്ല? നിങ്ങൾ മനസ്സിലായിട്ടില്ലല്ലോ. അത് മനസ്സിലാവാത്ത ഒരു ഇടംവലിവുള്ളതുകൊണ്ടാണ്. അതായത് പറഞ്ഞുതരാം. അതായത് അവര് അവിടെ കാണിച്ച, അതായത് ആ സംവാദം എന്ന് പറയുന്ന ആ പൊറാട്ട് നാടകം തന്നെയും, ആ പൊറാട്ട് നാടകമാണ് അവർ കാണിക്കുന്ന തരികിടകളുടെ ആകത്തുകയായിട്ട് ഒരു വിശ്വാസി സമൂഹത്തിന് മുമ്പിൽ അവരെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ, അവർ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ അവർ ഈ കാണിക്കുന്നത് കപട നാടകമാണ് എന്ന് അവിടെ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഒന്ന്. രണ്ടാമത്തത്, സംവാദം പൊതുവേദിയിലാണ് നടക്കേണ്ടത്. സംവാദത്തിനുള്ള ക്ഷണം ഇനി ഞാൻ വിളിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്നൊക്കെ ഇനി അവർ പിന്നീട് നോണ പറഞ്ഞാൽ അതിനുള്ള സാധ്യത അടച്ചിട്ടുണ്ട്. സംവാദം 5-ാം തീയതിയാണ് ഞാൻ സജസ്റ്റ് ചെയ്ത ഡേറ്റ്. വ്യത്യാസം ഉണ്ടെങ്കിൽ സൗകര്യപ്രദമായ ഡേറ്റിലേക്ക് പിന്നീട് മാറ്റാം എന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സംവാദത്തിനുള്ള എന്റെ സന്നദ്ധതയും അവരോടുള്ള ക്ഷണവും നടന്നു. അവരവിടെ കാണിച്ചത് സംവാദ പരിപാടിയല്ല, അതൊരു ഡ്രാമ മാത്രമായിരുന്നു. വിശ്വാസികളെ കണ്ണി പൊടിയിടാനുള്ള ഡ്രാമ മാത്രമായിരുന്നു. അടിമത്ത വിഷയത്തിൽ ഇസ്ലാമും ആധുനികതയിലും എന്ന് അവർ പറഞ്ഞ ടൈറ്റിലിൽ ഒരു പൊതു സംവാദത്തിന് വരാനുള്ള ആംബിയർ നിലവിൽ അബ്ദുള്ള ബാസിലിന് ഇല്ല എന്നാണ്. അബ്ദുള്ള ബാസിലിനെ ഫോൺ ചെയ്തിട്ട് അല്ല, അതെ, വേറൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളിപ്പോ ഇപ്പോഴും ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. നിങ്ങൾക്ക് അവിടെ എന്തായിരുന്നു? അവിടെ അവസരം കിട്ടിയിരുന്നു. അവിടെ അവര് പറഞ്ഞു നിങ്ങൾ പറയട്ടെ കംപ്ലീറ്റ് ആക്കട്ടെ. ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ്. നിങ്ങൾ പറഞ്ഞു, അവര് പറഞ്ഞു നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒന്നും മ്യൂട്ട് ചെയ്യൂല. ആ ബാസിലിന്റെ അവസരത്തിൽ നിങ്ങൾ കയറി ഇടപെട്ടാൽ മാത്രമേ മ്യൂട്ട് ചെയ്യുള്ളൂ സംവാദം തുടങ്ങി കഴിഞ്ഞാൽ. അങ്ങനെ അവര് വ്യക്തമായിട്ട് പറഞ്ഞു. വ്യക്തമായ മോഡറേറ്റർ ഉണ്ട്. മാത്രമല്ല അവിടെ 3 പേരുണ്ടായിരുന്നു. അതിന് ഒരാൾ നീറ്റ് മാറുകയും ചെയ്തു. നമ്മൾ കല്യാണത്തിന് പോയിട്ട് അത് നിങ്ങൾ എന്താണ് കെട്ടിക്കൂടായിരുന്നു എന്ന് ചോദിക്കണ പോലത്തെ ഒരു ചോദ്യമാണ് ഇപ്പതേ. അതെങ്ങനെ? അതന്നെ. അതായത് പെണ്ണ് തെരഞ്ഞെടുക്കുന്ന പറഞ്ഞുതരാം. ഒരാള് പെണ്ണ് തെരഞ്ഞെടുക്കുകയാണ്. ആ ഇടക്ക് അയാൾ ഒരു കല്യാണത്തിന് പോയി. അപ്പം ഈ പെണ്ണിന്റെ കൂടിക്കാര് മൊത്തത്തിൽ ഉടായ്പാണ് കാട്ടിച്ചോണ്ടിരുന്നതെന്നും കല്യാണത്തിന് പുതിയാപ്പിളൊന്നും സെറ്റാവാതെയാണ് അവിടെ കല്യാണം തന്നെ നിശ്ചയിച്ചിട്ടുള്ളതും പുതിയാപ്പിളുടെ ഫോട്ടോ വെച്ചിട്ടുള്ളതും എന്നൊക്കെ നാട്ടുകാർക്ക് മനസ്സിലായി.
അപ്പൊ അത് അതില് ആ കൂട്ടത്തില് ഫോട്ടോ വെച്ച ആള് ചെന്നിട്ട് ചോദിക്കാണ് എന്ത്, ഈ കല്യാണത്തിന് ഞാനാ പുതിയാപ്പിളാന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്, നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ഫോട്ടോ വെച്ചതെന്ന് ചോദിക്കുമ്പോ അയാള് പിന്നെ കല്യാണം കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് കല്യാണം കഴിച്ചുകൂടായിരുന്നു, നിങ്ങൾ ഓൾറെഡി പിന്നെ പെണ്ണ് എറിഞ്ഞ് നടക്കായിരുന്നില്ലേ എന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു വട്ടൻ ചോദ്യമാണ്. അതുപോലത്തെ ഒരു വട്ടൻ ചോദ്യമാണ് സുഹൃത്തെ. ഒരു സംവാദം എന്ന് പറയുന്നതിന് മറുപടി അല്ല നിങ്ങൾ പറയുന്നത്, നിങ്ങൾ ഉരുണ്ട് കളിക്കുകയാണ്. അതിന് പിന്നെ കുറ്റമല്ല. ഞാൻ ആ ചോദ്യം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്തു, നിങ്ങൾ ആ ലിങ്കിൽ കയറി എന്തൊക്കെ ഇനി തെണ്ടിതരൊക്കെ അവർ കളിച്ചിട്ടുണ്ട് ഞാൻ സമ്മതിക്കുന്നു തന്നെ വെക്കുക. അപ്പൊ നിങ്ങൾ കാണിച്ചു, അതിനാണ് കയറിയത്, അത് ഭദ്രമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ലിങ്ക് കയറി സംവാദം നടക്കേണ്ടത് വ്യവസ്ഥാപിതമായ രീതിയിലാണ്. വ്യവസ്ഥാപിതമായ രീതിയിൽ സംവാദത്തിന്റെ വ്യവസ്ഥാപിതമായ രീതി അവർ സമ്മതിച്ചല്ലോ. അവർ പറഞ്ഞല്ലോ നിങ്ങൾ സംസാരിക്കുമ്പോഴൊന്നും മ്യൂട്ട് ചെയ്യില്ല, നിങ്ങൾ സംസാരിക്കുമ്പോഴൊന്നും മ്യൂട്ട് ചെയ്യില്ല. ബാസിന്റെ അവസരത്തിൽ നിങ്ങൾ കയറി അത് കൊട്ടാൻ ബാസിന്റെ അവസരം അത് സംവാദം തുടങ്ങി കഴിഞ്ഞാലാണ് സുഹൃത്തെ. അല്ലാതെ സംവാദം തുടങ്ങാതെ നിങ്ങൾ അവിടെ വന്ന് നിങ്ങളുടെ ചാനലിന്റെ പ്രൊമോഷൻ നടത്തിയ പിന്നെ അവരെ ഇറക്കി വിടില്ല. അപ്പൊ ഞാൻ എന്റെ ചാനലാണ് ഞാനല്ലല്ലോ പോസ്റ്റ് കാണിച്ചോനല്ലേ, ഞാനല്ലോ. അല്ല, നിങ്ങൾ അവിടെ വന്നിട്ട് നിങ്ങളുടെ ചാനലിന്റെ പ്രൊമോഷൻ നടത്തുന്നത് അവർ വ്യക്തമായി ചോദിച്ചു സംവാദത്തിനുണ്ടോ. ഞാൻ ചോദിക്കാണ്, കുറച്ച് വിഷമത്തോടെയാണ്. അത് നിങ്ങൾക്ക് ആണോ നിങ്ങൾക്ക് ഉണ്ടോ? അതുണ്ടെങ്കിൽ ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറ. നിങ്ങൾക്ക് ഉളുപ്പുണ്ടെങ്കിൽ, അതായത് ഒരു സംവാദവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പേര് കൊടുത്ത് നമ്മൾ അറിയിക്കാതെ ഒരു തട്ടിക്കൂട്ട് കലാപരിപാടി നടത്തുന്ന ഒരു സംഘം, ഒരു തരികിട തട്ടിപ്പ് നടത്തുന്ന ഒരുത്തന്റെ അടുത്ത് നമ്മൾ കയറി ചെന്നിട്ട് നിങ്ങൾ കാണിക്കുന്നത് തട്ടിപ്പാണ്, തെമ്മാടിത്തരമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് അവരെന്താണോ തരികിട പരിപാടി ഒപ്പിച്ചത് ആ പരിപാടിയിൽ നിങ്ങൾക്ക് ഭാഗമായിക്കൂടെ എന്ന് ചോദിക്കുന്നതിന്റെ ലോജിക്ക് എന്താണ്? അതിന്റെ ലോജിക്ക് ഞാൻ ഇപ്പം ആരിഫ് ഹുസൈനുമായിട്ട് ഷുക്കൂർ വരിക്കോടനി ഒരു ഇത് നടത്തിയിരുന്നു, സംവാദം അല്ലല്ലോ, അതിൽ കേറിയിരുന്നല്ലോ. നല്ല സുഹൃത്തേ അത്. ഓക്കെ, സംവാദമല്ല. ആരിഫ് വരിക്കോടൻ vs ഷുക്കൂർ വരിക്കോട്, അത് സംഭാഷണമല്ല. അത് വിശ്വാസികൾ അവരെ ഫോണിൽ വിളിക്കുന്ന പരിപാടിയാണ്, ഫോണിൻ പരിപാടിയാണ്. അല്ലല്ല, ഫോണിൻ പരിപാടി ലൈവായിട്ട് വീഡിയോ ഇതുണ്ടായിരുന്നല്ലോ. അതെ, അത് അവിടെ സ്ഥിരമായിട്ട് നടക്കുന്ന വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന ഒരു ഫോണിൻ പരിപാടിയാണ്. അതില് ആരിഫ് കയറി ഇടപെട്ടതിനും ഇതാക്കിയതിനും ഒന്നും നിങ്ങൾക്ക് കുഴപ്പമില്ലേ? അതിൽ ആരിഫ് കയറി അയാളുടെ അവസരത്തിൽ ഇടപെട്ടത്. ഞാൻ ആരിഫിന്റെ പ്രതിനിധിയല്ലേ? അപ്പൊ അതേപോലെ നമ്മൾ UA ടീമിന്റെ പ്രതിനിധിയല്ല. നിങ്ങൾ ആ ചോദ്യം ഞാൻ സംസാരിക്കണം. ആരിഫ് അവിടെ എന്തെങ്കിലും വൃത്തിയോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ന്യായീകരിച്ചാ വന്നോ? അല്ല, അപ്പൊ അതാ പറഞ്ഞ UA ടീമിന്റെ എന്താ ഒരു കഥ? അതാണ് ഞാൻ പറയുന്നത്. UA ടീമിന്റെ ചോദ്യങ്ങൾ നമ്മളോടും ചോദിക്കരുത്, അത് അവരെ വിളിക്കുക, അവരോട് ചോദിക്കുക. നിങ്ങളുടെ അബ്ദുള്ള വാസിന്റെ നമ്പറില്ലേ, നേരെ വിളിച്ചോളൂ, ചോദിച്ചോളൂ. നമ്മൾ പറയുന്നത് നിങ്ങളെ പറ്റി സംസാരിക്കാനാണ്. നിങ്ങളുടെ ഇതിലോട്ട് വിളിച്ചത് അപ്പൊ നിങ്ങളെ പറ്റി സംസാരിക്കുമ്പോ നിങ്ങളെ വിഷയങ്ങൾ സംസാരിക്കാം. അല്ലാതെ UA ടീം അങ്ങനെ ചെയ്തു മറ്റൊരിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാ? ഇത് ഇനി ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരു പൊതുസഭ വ്യക്തമായിട്ട് നിങ്ങളോട് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരിഫ് ഹുസൈനെ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്, കേട്ടോ. ഇപ്പൊ നിങ്ങൾ ആകെയുള്ള ചോദ്യം എന്റെ ഒരു സബ്സ്ക്രൈബറാണ്, എന്റെ വ്യൂവർ ആണ്, അതുകൊണ്ട് ഞാൻ അവിടുന്ന് സംവദിക്കാതെ പോകുന്നതിൽ നിങ്ങൾക്ക് നിരാശയുണ്ട്. അതല്ലേ നിങ്ങളുടെ പ്രശ്നം? അതെ. ഇനിയിപ്പോ ബാക്കി നിരാശയല്ല. പിന്നെന്താ ഉള്ളത്? ഞാൻ വിചാരിച്ചിരുന്നത് നിങ്ങളൊരു മാന്യനായിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ അവര് ലിങ്ക് എന്ന് പറയുമ്പോ നിങ്ങൾ ലിംഗം എന്നൊക്കെയാണ് പറയുന്നത്. അത് ലിംഗം എന്ന് ബാസിൽ ആദ്യം പറഞ്ഞത് ഞാൻ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത്. നാളെ പരിപാടി ഉണ്ട്, നാളെ ഉണ്ട്. ഞാൻ പുറത്താണ്. നാളെ ഈ വിഷയമൊക്കെ വിശദമായിട്ട് തെറിവിളിയൻ പിന്നെ എന്താ ഷാഹുലിനെ ഇറക്കുമതി ചെയ്യുന്ന ഘട്ടമൊക്കെ കേൾക്കുന്നുണ്ട്. അവനെ ഞാൻ കൊച്ചി ചേർക്കാൻ, ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ ഷാഹുൽ കയറി വന്നപ്പോ കൊച്ചി ചേർക്കാന്ന് വിളിച്ചു. വിളിക്കാൻ പാടുണ്ടോ? ഒരു മിനിറ്റ് പറഞ്ഞുതരാം. ഓക്കെ, അതെന്താന്ന് എന്തിനുള്ള മറുപടി ആയിരുന്നു നാളെ പറഞ്ഞുതരാം. ഞാൻ ലൈവായിട്ട് ചെയ്യുന്നുണ്ട്. എന്തിനുള്ള മറുപടി ആണെന്നല്ല, വിളിക്കാൻ പാടുണ്ടോ? പാടുണ്ട്, കൊച്ചി ചേർക്കാന്ന് പാടുണ്ട്. പറഞ്ഞുതരാം. എന്നിട്ട് അതിന് മറുപടിയായിട്ട് ഒരൊറ്റ ചോദ്യമുള്ളൂ. അതിന് മറുപടിയായിട്ട് ഷാഹുല് എന്നോട് പറഞ്ഞു, കൊച്ചി ചേർക്ക എന്ന് വിളിച്ചത് നീ ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം കൊച്ചി ചേർക്കനാണോ അല്ലേ എന്നുള്ളത്. പറഞ്ഞില്ലേ? അതെ. എന്താണ് ഷാഹുൽ എടുത്ത് കാണിക്കാൻ പോകുന്നത്? അത് എന്താണ് എടുത്ത് കാണിക്കാൻ പോകുന്നത് നമുക്കറിയില്ലല്ലോ. എന്താണ് എടുത്ത് കാണിക്കാൻ പോകുന്നത്? ഞാൻ ചോദിക്കട്ടെ. ഫസ്റ്റ് ചോദ്യം, കൊച്ചി ചേർക്കാന്നുള്ളത് വിളിക്കാൻ പാടുണ്ടോ? രണ്ടാമത്തെ കാര്യം, നിങ്ങളവിടെ ലിംഗം എന്നുള്ള വ്യക്തിപരമായിട്ട് പറഞ്ഞു. അവൻ പറഞ്ഞത് എന്താണ്?
നിങ്ങൾ ഇങ്ങോട്ട് പാലക്കാട്ടേക്ക് വരി, ഞാൻ നേരിട്ട് കാണിച്ചു തരാം ചെറിയ ചെക്കനാണോ അല്ലേ എന്നുള്ളത്. നേരിട്ട് മൂപ്പര് അവിടെ പ്രൊഫൈൽ പിക്ക് മാത്രമല്ലേ കാണിക്കുന്നുള്ളൂ, ചിലപ്പോ ഫുള്ളി മൂപ്പര് മുഖം വിസിബിൾ ആക്കാന്നായിരിക്കും ഉദ്ദേശിച്ചത്. അതെങ്ങനെ അത് മൂപ്പര് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, പക്ഷെ നിങ്ങൾ പരസ്യമായിട്ട് ലിങ്ക് എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞേരാ സുഹൃത്തെ, അതിന് തെളിവുണ്ടേ, മനസ്സിലായോ? അപ്പൊ അത് നാളെ എന്ത് തെളിവ്? ലിങ്ക് എന്ന് പറഞ്ഞോ? അത് നമ്മൾ നാളെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്റെ വ്യൂവർ ആണെന്നല്ലേ പറഞ്ഞേ. നാളത്തെ വീഡിയോ മിസ് ചെയ്യരുത് കേട്ടോ. ഈ ലിങ്ക് എന്ന് പറഞ്ഞത് എന്താണ്? അതിപ്പോഴും കിട്ടിയില്ല. എല്ലാം നാളെ പറഞ്ഞു. ഇത് മറ്റേ ജബ്ബാർ മറ്റേ അയ്യൂബ് മൗലവിയായിട്ട് സംവാദം നടത്തിയപ്പോ ഇതിന്റെ ഉത്തരം ഞാൻ യൂട്യൂബ് ചാനലിൽ പറയാതെ പറഞ്ഞ നിങ്ങളുടെ വ്യൂവർ അല്ലേ? നിങ്ങളൊക്കെ യൂട്യൂബ് ചാനലിൽ ബിസിനസ് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ നുണ പറഞ്ഞാണോ? അല്ല, നിങ്ങളെ വീഡിയോസ് ഞാൻ ഒന്നോ രണ്ടോ വീഡിയോസേ കണ്ടിട്ടുള്ളൂ. അല്ലാതെ നിങ്ങളെ വീഡിയോ കാര്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഫോളോവർ ആണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒന്നോ രണ്ടോ വീഡിയോസ് കണ്ട് നിങ്ങളുടെ വ്യൂവർ ആണ്. നിങ്ങൾ അൺമാസ്കിംഗ് അനോമലീസിന്റെ എത്ര വീഡിയോ കണ്ടിട്ടുണ്ടാവും? അൺമാസ്കിംഗ് അനോമലീസിന്റെ ഇപ്പൊ ലാസ്റ്റ് നടന്നൊരു ലൈവ് കണ്ടു. പിന്നെ അതിന് മുമ്പ് അയ്യൂബ് മൗലവി ആയിട്ടുള്ള ഒരു സംവാദം കണ്ടു. പിന്നെ വേറൊരു വീഡിയോ ഈ ഇപ്പോ ഷാവുൽ ഹമീദുമായിട്ടുള്ള ഒരു അഭിമുഖം. അപ്പൊ അവരുടെ വീഡിയോ ആണ് നിങ്ങൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ശരിക്കും അനോമലീസിന്റെ വീഡിയോ അല്ല സുഹൃത്തെ, അതന്നെ ഒന്ന് കൂടുതലല്ലേ? അപ്പൊ നിങ്ങൾ ശരിക്കും അനോമലീസിന്റെ വ്യൂവർ അല്ലേ? അല്ല, അനോമലീസിന്റെ വ്യൂവർ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ കാണുമ്പോ ഏതൊക്കെ അനോമലീസിന്റെ വ്യൂവർ എന്നോട് മാത്രം സംസാരിക്കാൻ വിളിച്ചാണ് നിങ്ങൾ എന്റെ വ്യൂവർ ആണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇനി അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ പ്രതിനിധിയായിട്ടുള്ള നിങ്ങൾ എന്നോട് സംസാരിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ബഹളം വെക്കല്ലേ? അന്ന് എന്തുകൊണ്ട് സംബന്ധിച്ചുകൂടാന്നുള്ള മറുപടിയോട് പറഞ്ഞാൽ നമുക്ക് ഈ ഫോൺ സംഭാഷണം അവസാനിപ്പിക്കാലോ. അല്ല, നിങ്ങൾ പേടിച്ചോളൂ, എനിക്കറിയാം. അത് അവിടുന്ന് ഓടിയല്ലോ. പറയട്ടെ സുഹൃത്തെ, അത് ഓടുന്ന സ്വഭാവം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ള എനിക്ക് അന്നാണ് മനസ്സിലായി. ഞാൻ അതിന് മുമ്പ് നിങ്ങളൊരു സംസാരിച്ചപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങളൊരു മാന്യനാണ്. അതെ. മുത്തേ എനിക്ക് 40 വയസ്സാണ്. കാക്കാന്റെ എനിക്ക് എത്ര വയസ്സായി? 40 വയസ്സാണോ 45 വയസ്സാണോ? ചോദിക്കാം. അല്ല, എത്ര വയസ്സായി? ഒരു കാര്യം പറയാനാ, മൂപ്പളമ പറയാനാ. 40 വയസ്സായാലും ഒരു 4 വയസ്സിന്റെ എന്തെങ്കിലും നിങ്ങൾ കാണിക്കണ്ടേ? നിങ്ങൾക്ക് എത്ര വയസ്സായെന്ന് ചോദിച്ചത് എന്റെ മൂപ്പ് പറയാനല്ല, ഞങ്ങളടുത്ത് വേറൊരു കാര്യം പറഞ്ഞു തരാനാ. എത്ര വയസ്സായി? എനിക്ക് 20 വയസ്സായി. 20 വയസ്സായി. എന്റെ ഈ പ്രായത്തില് ഞാന് വിശ്വാസത്തിന് വേണ്ടി ചാവും, അങ്ങനത്തെ ആളായിരുന്നു. അല്ല, ഞാനിപ്പോ വിശ്വാസത്തിന് വേണ്ടി ചാവുന്നൊന്നുമില്ല. ഞാൻ അങ്ങനെയായിരുന്നു പറയാം. നമുക്ക് പറഞ്ഞു തന്നതാ. ഇനി ഞാൻ പറഞ്ഞു തന്നൊരു കാര്യം എന്താ വെച്ചാൽ, അങ്ങനത്തെ വൃത്തികേട് കാണിക്കുന്ന, മര്യാദ ഇല്ലാത്ത, അവരോട് ഓൺലൈൻ സംവാദത്തിന് തയ്യാറാണ് എന്ന് അറിയിച്ച, അയാളെ കബളിപ്പിച്ച അദ്ദേഹം പോലും സംവാദവുമായി ബന്ധപ്പെട്ട് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു, സ്ലൈഡുകൾ പ്രദർശിപ്പിക്കാനുള്ള അനുവാദം ഉണ്ടാകുമോ എന്ന്. അതിന് പോലും യെസ് എന്നോ നോ എന്നോ മറുപടി പറയാത്ത, അതിനവര് മാപ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. സംവാദ പരിപാടി നാടകം കഴിഞ്ഞിട്ടാണ് മാപ്പ് പറയാ. അതൊരു പിന്നെ എന്താ വെച്ചാൽ അത് ഓല തെറ്റി, നമ്മളറിയില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, അത് ഓല തെറ്റി, അത് ഓല വിളിച്ച് പറഞ്ഞോളൂ. നിങ്ങളുടെ അടുത്ത് ബാസിന്റെ നമ്പർ ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് പറയൂ. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഞാൻ അവിടെ സംവാദം നടത്തിയില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഇത് തെറ്റാണോ ശരിയാണോ ഉത്തരവിടാനുള്ള കോടതിയല്ല ഞാൻ. മാത്രമല്ല, എനിക്ക് അവരായിട്ട് കോണ്ടാക്ട് ഇല്ല. അവരാരാണെന്നുള്ളത് പോലും എനിക്ക് എന്തില്ല. നിങ്ങൾ എന്നോട് ചോദിച്ചതിന് ഞാൻ എന്റെ ഭാഗം പറയാണ്. അതുപോലത്തെ വിഘടന്മാരാണ് അവരുമായിട്ട് ഓൺലൈൻ ഡിബേറ്റ് സാധ്യമല്ല എന്ന് അതിനു മുമ്പേ പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ടാണ് അവിടെ ഓൺലൈൻ സംവാദം നടക്കാത്തത്. എന്റെ പേര് വെച്ചൊരു പൊറാട്ട് നാടകം നടത്തിയപ്പം അത് പൊറാട്ട് നാടകമാണ് എന്ന് ആ കാണികളെ, അവിടെ സംവാദം നടക്കുന്നു എന്ന് തെറ്റിദ്ധരിച്ച് വന്ന കാണികളോട് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ കയറി ചെന്നത്. അത് കഴിഞ്ഞു. നമ്മൾ നിശ്ചയിച്ച പ്രകാരം സംവാദത്തിന് ആള് തയ്യാറായിട്ടുണ്ട്. സംവാദത്തിന്റെ വ്യവസ്ഥകൾ ഞങ്ങൾ സംസാരിച്ച് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. പബ്ലിക്കിന്റെ ചോദ്യം മാത്രം ആ സംവാദകന് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. അയാളുടെ അഭ്യർത്ഥന മാനിച്ച് പബ്ലിക്കിന്റെ ചോദ്യം അഡ്രസ് ചെയ്യണ്ട എന്ന അദ്ദേഹത്തിന്റെ തീരുമാനത്തെ മാനിക്കുന്നു. ബാക്കി എല്ലാ കാര്യത്തിലും ധാരണയായിട്ടുണ്ട്. തീയതി, സമയം, ടൈറ്റിൽ, എല്ലാ കാര്യങ്ങളും തീരുമാനമായിട്ടുണ്ട്. പോസ്റ്റർ അടിക്കാൻ വേണ്ടി അയാൾ ഫോട്ടോയും അയച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് സംവാദം, നിങ്ങൾക്ക് ആശയവ്യക്തത വരികയാണ് വേണ്ടതെങ്കിൽ സംവാദം ജനുവരി 5-നാണ്. നിങ്ങൾ വരൂലേ? അല്ല, ജനുവരി ഓൺലൈൻ ടെലികാസ്റ്റിംഗ് ഉണ്ടാവില്ലേ? ഓൺലൈൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ലൈവും വിടും. അതിപ്പോ ഓൺലൈനിലും കാണാലോ. ഞാൻ ചോദിക്കുന്നത് അവസരമായിരുന്നു അവരുടെ വ്യൂവേഴ്സിന്റെ. ആ നമ്പർ ഉണ്ടല്ലോ, ആ പ്രതീക്ഷ, അത് നിങ്ങളുടെ എന്താ പറയാ, ഒരു എന്താ പറയാ,
അതൊരു നിങ്ങൾ ഉടായിപ്പ് ഉരുണ്ട് പ്രതീക്ഷയായിരുന്നു കളിക്കാണ്. കേട്ടോ. നിങ്ങൾ ഇത് ഈ ഒരു വ്യക്തമായ ക്വസ്റ്റ്യന് വ്യക്തമായ ഉത്തരം നിങ്ങളില്ല. അതിന് കൃത്യമായ 5-ാം തീയതി അവിടെ ഉത്തരം സമരം നടത്തും, തന്നിട്ടുണ്ട്. 6-ാം തീയതി ഇവിടെ സമരം കൃത്യമായ നടത്തുന്നത് ഉത്തരം കാര്യമില്ല. കൃത്യമായ ഉത്തരം ചോദിക്കുന്നത് ഒരു തന്നിട്ടുണ്ട്. വ്യക്തമായ ഉത്തരം വേണം. നിങ്ങൾക്ക് ഞാൻ വിചാരിച്ചത് നിങ്ങൾ ഈ യുക്തിവാദികളെ സാധാ യുക്തിവാദികളുമായല്ല കുറച്ചെങ്കിലും ഒരു ഇതുണ്ടെന്നാണ് വിചാരിച്ചത്. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ഈ ഉത്തരം വ്യക്തത കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു വീഡിയോയും അതേപോലെ സുബി കഴിഞ്ഞിട്ട് ഒരു വീഡിയോയും UA ടീമിനെ കണ്ടാൽ മതി. അപ്പൊ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഒരു വ്യക്തത വരും എന്നാണ് എനിക്ക് നിങ്ങളെ സജസ്റ്റ് ചെയ്യാനുള്ളത്. തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് നിങ്ങളുടെ വീഡിയോ കാണൽ ഒഴിവാക്കും കൂടി ചെയ്തത്. അതാണ് നിങ്ങളുടെ ഈ വ്യക്തതക്ക് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വ്യക്തത ഇല്ല. അതായത് ഇപ്പൊ നിങ്ങളെ വീഡിയോ കണ്ട വ്യക്തത പോകുന്നതാണ്. പോകും. നിങ്ങളെ ഈ വ്യക്തത ഉണ്ടല്ലോ, നിങ്ങളിപ്പൊ മുറുകെ പിടിച്ചിട്ടുള്ള ഈ വ്യക്തത ഉണ്ടല്ലോ, ആ വ്യക്തതക്ക് തുരുമ്പില്ലാതായി പോകും. നമ്മൾ ആദ്യം നിങ്ങളോട് സംസാരിച്ചപ്പോൾ വിചാരിച്ചു നിങ്ങൾ മാന്യനായ ഒരു യുക്തിവാദിയാണെന്നാണ്. ഇപ്പൊ മനസ്സിലായത് യുക്തിവാദികളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. അതെ, ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ ഇതിപ്പോ ഏതായാലും നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ നമ്മളൊരു പ്രൈവറ്റ് ചാനൽ നമ്മൾ ഇടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ സംവാദത്തിന് 5-ാം തീയതി വരുമോ അതോ ഓൺലൈനിൽ കാണുമോ? അത് നമ്മൾ ആലോചിക്കട്ടെ. ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള അവസരം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ അങ്ങോട്ട് വരുന്നത്? ചിലപ്പോൾ ഓടേണ്ടി വരും. എന്റെ അഭിപ്രായം അങ്ങനെ വേണം എന്നാണ്. സംവാദത്തിന് തയ്യാറായ വിശ്വാസിക്ക് അത് താല്പര്യമില്ല എന്നാണ് പറയുന്നത്. നമുക്കൊന്നുകൂടി ശ്രമിച്ചു നോക്കാം, അതിൽ പറഞ്ഞു നോക്കാം. ഓക്കെ, നാളെ പബ്ലിഷ് ചെയ്യുമ്പോ നിങ്ങൾ തന്നെ അവരോടൊക്കെ ഒന്ന് വിളിച്ചിട്ട് ആ ഒരു നിബന്ധന ഒന്ന് മാറ്റാൻ പറഞ്ഞോളൂ. എന്നെ സംബന്ധിച്ച് അവരുടെ നമ്പറോ കാര്യങ്ങളോ എന്റെ കയ്യിലില്ല സുഹൃത്തെ. ഞാൻ നാളെ പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞോളൂന്നേ. നാളെ പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ബന്ധപ്പെട്ടിട്ടേ ആ ഒരു വ്യവസ്ഥ ഒന്ന് നിങ്ങൾ മാറ്റണം. അല്ല, ഇനിയിപ്പോ വിശ്വാസിയോടല്ല, എനിക്ക് നിങ്ങളോടാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. എനിക്ക് അവരോടുണ്ടായിരുന്നു. ഇനിയിപ്പോ നിങ്ങളോട് ചോദിച്ചാലും മതി. അങ്ങനെ ഒരാള് വിശ്വാസി അങ്ങനെ ചോദ്യം എനിക്ക് അഡ്രസ് ചെയ്യാൻ വയ്യ എന്ന് പറയുമ്പോ നിങ്ങൾ അഡ്രസ് ചെയ്തോളൂ കുറച്ച് ചോദ്യം. നിങ്ങൾക്ക് അതിനുള്ള തന്റെ എങ്ങനെ നിങ്ങൾക്ക് അതിനുള്ള തന്റെ കുറച്ച് ചോദ്യം നിങ്ങൾ അഡ്രസ് ചെയ്തോളൂ. അത് അവർക്കും സമ്മതമാവണ്ടല്ലോ. ഇപ്പൊ നമ്മൾ എന്നോട് ആദ്യം ചോദിച്ച ചോദ്യം ആ സംവാദത്തിന് ശേഷം പിന്നെ അവിടെ വേറെ പരിപാടി ഉണ്ടാവുന്ന പരിപാടി ഉണ്ടെങ്കിൽ അവർക്ക് താല്പര്യമില്ല. വേറൊരു പരിപാടി നിങ്ങൾ ഒരു സ്റ്റേജിൽ വെച്ച് നടത്തിക്കോളൂ. ചോദ്യങ്ങൾ അഡ്രസ് ചെയ്തോളൂ. നിങ്ങൾക്ക് പബ്ലിക് ആയിട്ടുള്ള ആളുകളുടെ ചോദ്യം നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ കഴിയുന്നില്ലാന്നേ. ഒന്നും പേടിക്കണ്ട. അത് കഴിഞ്ഞിട്ട് സംവാദത്തിന്റെ അന്ന് നമ്മൾ വേറെ പരിപാടി നിങ്ങൾക്ക് ചോദ്യങ്ങൾ അഡ്രസ് ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് UA ടീം പൊറാട്ട നാടകമാണ്, മറ്റൊരു പൊറാട്ട നാടകമാണ്. അഡ്രസ് ചെയ്യണം എന്നാണ്. നിങ്ങൾക്ക് ചെവിയും കേൾക്കില്ലേ മുത്തേ? ചോദ്യങ്ങൾ അഡ്രസ് ചെയ്യണം എന്നാണ്. കാണികൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം കൊടുക്കണമെന്നാണ് എന്റെ പക്ഷം. ഒരു 5 ചോദ്യം വീതം ഇരുപക്ഷത്തുനിന്നും ചോദിക്കാനുള്ള അവസരം കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ ഒരു മിനിറ്റ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ച ചോദ്യം ആ പുള്ളി എന്നോട് ചോദിച്ചതാണ്. എന്ത്? അത് കഴിഞ്ഞിട്ട് ആ സംവാദം കഴിഞ്ഞാൽ, അപ്പൊ ചോദ്യോത്തര സെഷൻ പുള്ളി അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് വരുന്നതോടുകൂടി സംവാദത്തോടുകൂടി തീരും. അപ്പൊ പിന്നെ ഞാൻ അവിടെ ഓഡിയൻസിന്റെ ചോദ്യങ്ങൾക്ക് വിശദീകരണം കൊടുക്കുന്ന ഒരു പരിപാടി ഞാൻ മാത്രമായിട്ട് തുടരുന്നതിൽ പുള്ളിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടോ, പ്രശ്നമുണ്ടോ എന്ന് ഞാൻ ചോദിക്കട്ടെ. അതില്ലെങ്കിൽ നമുക്കത് അവിടെ തുടരാം. ഇനി അതുണ്ടെങ്കിൽ ഈ അടിമത്ത വിഷയത്തിൽ നമ്മൾ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ പട്ടണങ്ങളിലും വിശദീകരണ പരിപാടികളും കാണികൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരത്തോടു കൂടി നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് തെരുവ് വിചാരണ. അത് ഈ സംവാദം കഴിയുമ്പോൾ നമ്മൾ പ്രഖ്യാപിക്കും ഡേറ്റുകളൊക്കെ. നമ്മൾ ഡേറ്റുകളൊക്കെ പരിപാടികൾ പ്രഖ്യാപിക്കുമ്പോൾ അതിനൊക്കെ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അങ്ങനെ അത് നിങ്ങളുടെ വിചാരണ മാത്രമേ തെരുവ് വിചാരണ നടത്താൻ പറ്റുള്ളൂ. അല്ല, തെരുവിൽ ചിലപ്പോ നിങ്ങളെ ആയിരിക്കും ജനങ്ങൾ ചോദ്യം ചോദിക്കുന്നവർ വിചാരണ ചെയ്യാന്ന്. അത് ചോദ്യം ചോദിക്കാനാണ്. ശരി, എന്നോട് ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ് കൊടുക്കുന്നത്. സുഹൃത്തെ, എന്റെ ആശയം തെരുവിൽ പറയുകയും അതിനോട് ആളുകൾക്ക് ചോദ്യം ചോദിക്കാനുള്ള തെരുവിൽ മാത്രം പറയാൻ പറ്റുന്ന ആള് നിങ്ങളുടെ ആശയം. തെരുവിൽ നിങ്ങൾ ഇതൊക്കെ എന്ത് നിലവാരാണിത്? എന്ത് നിലവാരം? വിചാരണ നിങ്ങൾ ഇങ്ങോട്ട് പുലർത്തുന്നതിനേക്കാളും നല്ല നിലവാരമാണ് ഞാൻ അങ്ങോട്ട് പുലർത്തുന്നത്. അതെ. ഇത് കേൾക്കുന്നവർ തീരുമാനിക്കട്ടെ. കുട്ടികൾക്ക് ഓരോ ഷോഡ വാങ്ങിച്ചു കൊടുക്കും. ഏത് UA കുട്ടികള്? ആരെ UA എന്ന് പറയുന്നുണ്ടല്ലോ. അതേപോലെ നിങ്ങളോട് ഞാൻ ആലിക്കുട്ടിന്റെ ചോദ്യം ചോദിച്ചപ്പോ നിങ്ങൾക്ക് അത് അഡ്മിറ്റ് ചെയ്യാൻ വയ്യ. അങ്ങനെയാണെങ്കിൽ UA ഞാനുമായിട്ട് ഒരു ബന്ധമില്ല. അതെ, ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഉണ്ണാക്കൻസ് അസോസിയേഷൻ എന്നാണ് നമ്മൾ അവർക്കിട്ടുള്ള പേര്. അവരോട് ഉണ്ണാക്കൻസ് അസോസിയേഷൻസുമായിട്ട് ഞാനൊരു ബന്ധമില്ല. ആയിക്കോട്ടെ, അതെനിക്ക് മനസ്സിലായി. അതിപ്പോ എല്ലാവർക്കും ഞാന് ഉണ്ണാക്കൻസ് അസോസിയേഷൻസുമായിട്ട് ഞാനൊരു ബന്ധമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുമായിട്ട് ഉത്തരം പറയാനും മറുപടി പറയാനുമാണ്. അവരെ വിളിക്കുകയാണെങ്കിൽ ഓക്കെ, അവരുമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അല്ലാതെ ഇപ്പൊ നിങ്ങൾ കുറെ അവരുടെ കുറ്റം കൊണ്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങളിപ്പോ എന്താ ചെയ്തത്? സുഹൃത്തെ, ഒരു ലോജിക്കലായിട്ട് അവരുടെ ന്യായീകരണം പറയല്ലേ ഇത് ഇത്ര നേരം?
എന്താ അവരുടെ ന്യായീകരണം? ഞാൻ ഒരു പബ്ലിക് മനുഷ്യൻ എന്നുള്ള എനിക്ക് തോന്നിയ സംശയങ്ങളാണ് ചോദിച്ചത്. നിന്നുള്ള സംസാരമല്ല നിങ്ങൾ സംസാരിച്ചത്. വളരെ നീതിബോധമൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതൊക്കെ നാട്ടുകാർ മനസ്സിലാക്കുന്നുണ്ട്, എല്ലാവർക്കും മനസ്സിലാവും. അതെ അതെ, അത് നാട്ടുകാർ മനസ്സിലാക്കുന്നുണ്ട്. പൊറാട്ട് നാടകത്തിന്റെ യഥാർത്ഥ കഥ നല്ല പോസ്റ്റ്മോർട്ടം ചെയ്ത് അവിടെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എന്റെ വ്യൂവർ ആണെന്നല്ലേ പറഞ്ഞത്, സമയം പോലെ കണ്ടളി. അല്ല നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ ഏതായാലും ഈ വീഡിയോ ഒന്നും ഇടി. ഇപ്പൊ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ, പറഞ്ഞ ഇതിനെ പറ്റിട്ട് വിശദീകരിച്ചിട്ട് ആ വീഡിയോ ഒന്നും ഇടി. അത് കണ്ടിട്ട് ഞാൻ അതിന്റെ ഇടയിൽ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വിളിക്കാം. രാവിലെ പകലെപ്പോഴും ഇടും, അല്ലെങ്കിൽ മറ്റന്നാ ഇടും. കേട്ടോ ഏത് വിടാണ്? നമ്മളിപ്പോ സംസാരിച്ചില്ല ഇത്. നിങ്ങളിപ്പോ ഒരു വീഡിയോ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞല്ലോ, അതെപ്പോഴാണ്? ഓക്കെ, ആ വീഡിയോ പറ്റേ, എന്നിട്ട് നമുക്ക് ഒന്നും കൂടി സംസാരിക്കാം. അത് നാളെ. ഇത് പിന്നെ സംവാദം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്നെ ഒന്നുകൂടി വിളിക്കണം കേട്ടോ, 5-ാം തീയതി കഴിഞ്ഞിട്ട്. വിളിക്കാം. ശരി ശരി, ആ നമ്മളെ ഇന്റെ പേഴ്സണൽ നമ്പറാണ്, ഞാൻ പബ്ലിക് നമ്പറുമാണ്. ഇതിലോട്ട് എപ്പോഴും വിളിക്കാം, ഞാൻ അങ്ങോട്ട് തിരിച്ചും വിളിക്കും. നിങ്ങളെ പോലെ 2-3 നമ്പറൊക്കെ വെച്ചിട്ട് ആള് മാറി നടക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ഒറ്റ ഐഡന്റിറ്റി ഉള്ളൂ, ഒറ്റ അതേ ഉള്ളൂ. അല്ലാതെ നിങ്ങളെ പോലെ കുറെ പേര് മാറ്റി നടക്കേണ്ട കാര്യമില്ല. 2-3 നമ്പർ പേഴ്സണൽ നമ്പർ, പബ്ലിക് നമ്പർ അതുണ്ടാവും സുഹൃത്തെ. നമ്മൾ പബ്ലിക് നമ്പർ പറഞ്ഞാല്, പേഴ്സണൽ നമ്പർ പറഞ്ഞാല് കുറെ വർക്കിന്റെ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാൻ പറ്റില്ല. കോളുകളും വാട്സ്ആപ്പ് മെസ്സേജുകളും മിക്സ് ആവാൻ പറ്റില്ല. ഒരു 200-300 മെസ്സേജുകൾ വന്ന് കിടക്കുന്നുണ്ടാവും വാട്സപ്പിലേ. അപ്പൊ അതിനിടയിൽ നമ്മുടെ ഇമ്പോർട്ടന്റ് മെസ്സേജുകൾ മിസ്സായി പോകും. അതുകൊണ്ടാണ് പേഴ്സണൽ നമ്പർ വേറെ കൊടുക്കുന്നത്. അത് ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. ഇസ്ലാമിക പക്ഷത്തുള്ള ഒട്ടുമിക്ക ആൾക്കാരുടെ കയ്യിലും ഉണ്ട്. എം അക്ബറിനൊക്കെ ഞാൻ ആ നമ്പറിൽ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനൊരു ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഓക്കെ ശരി. വിളിക്കണം. നാളത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വിളിക്കൂ, സംവാദം കഴിഞ്ഞിട്ടും വിളിക്കൂ കേട്ടോ. നാളത്തെ വീഡിയോ സംവാദം കഴിഞ്ഞിട്ട് വിളിക്കാം. ജനുവരി 5-ാം തീയതി അതെ 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 അതെ. അന്ന് ചോദ്യം ചോദിക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ ഞാൻ അത് നിങ്ങൾ എതിർ സംവാദകന്റെ അനുമതി ഉണ്ടെങ്കിൽ കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ തെരുവ് വിചാരണകൾ തുടങ്ങുമ്പോൾ നിങ്ങൾ അവിടെ വന്ന്. നിങ്ങൾ ഈ എതിർ സംവാദകൻ എന്ന് പറയുമ്പോൾ നമ്മളുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത ആളാണ്. നമുക്ക് ആരാന്ന് പോലും അറിയില്ല. അല്ല ഞാൻ പറയുന്നത്, നമ്മളായിട്ട് ഇപ്പൊ ഈ കോളെങ്കിലും സംസാരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഈ എതിർ സംവാദകൻ എന്ന് പറയുന്ന ആരാന്ന് ഉള്ളത് നിങ്ങൾ ഇതുവരെ വെളിപ്പെടുത്തിയില്ല. നിങ്ങൾ എതിർ സംവാദകൻ സമ്മതിച്ചാണ് അയാള് സംവാദ പോസ്റ്റർ നാളെ പുറത്തിറക്കും. അപ്പൊ നിങ്ങൾക്ക് കാണാലോ. അപ്പൊ നിങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിക്കൂ കേട്ടോ. ഓക്കെ ശരി, താങ്ക്സ്.